എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റജിയയ്യ. നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിലെ പുതിയ SSCRT ടെസ്റ്റിലെ സയൻസ് ഭാഗം, എസ്പെഷ്യലി കെമിസ്ട്രി ഭാഗത്തെക്കുറിച്ച് കുറച്ചധികം പഠിക്കാൻ പോവാണ്. തീർച്ചയായും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കിയാലോ? നോക്കാം. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണെന്ന് ഏകദേശം ധാരണ വന്നു. വരാൻ പോകുന്ന LP-UP പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എല്ലാ സപ്പോർട്ടോടു കൂടി ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന 5th സ്റ്റാൻഡേർഡിലെ ന്യൂ SSCRT ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പുതിയ പുസ്തകമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ പുസ്തകത്തിലെ എല്ലാ ഭാഗങ്ങളും, അതിൽ പ്രത്യേകിച്ച് കെമിസ്ട്രി ഭാഗങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളോട് പഠിക്കാനുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ നമുക്ക് കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് 5ാം ക്ലാസ്സിൽ ജലം നിത്യജീവിതത്തിൽ എന്ന് പറയപ്പെടുന്നത്. അപ്പം ജലം നിത്യജീവിതത്തിൽ എന്ന് പറയപ്പെടുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക, കുറേ പോയിന്റുകളുണ്ട്. എല്ലാം വളരെ ഈസി ഉള്ള പോയിന്റുകളാണ്. 5ാം ക്ലാസ് ലെവലാണ് കാര്യങ്ങൾ. അപ്പൊ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി. ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട, കൂളായിട്ട് കേട്ടു പോകാം. നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഒരു കാർട്ടൂണാണ്. ഫസ്റ്റിൽ ഒരു കാർട്ടൂൺ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അല്ലെ. ഒരു കൊച്ചു കുട്ടിയെ അവിടെ നിന്ന് കാണാൻ സാധിക്കും, ഒരു മരം കാണാൻ സാധിക്കും, പിന്നെ കുറച്ച് ജലവും കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഒരു കാര്യം ഇങ്ങനെ കുറച്ച് ചോദിക്കുന്നതായിട്ട് കാണാം. ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ പുഴ അതിന് ആൻസർ കൊടുക്കുകയാണ്, ഞാൻ ഒഴുകി എത്തിയില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ജലം എത്രത്തോളവും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ജലം എന്ന് വെച്ചാൽ ജീവിതത്തിലെ അമൂല്യമായ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വസ്തുവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അതെ, കാരണം ഈ ജലം ഒഴുകി എത്തിയാലേ എല്ലായിടത്തും എന്താണ് വെള്ളം എത്തുകയുള്ളൂ. വെള്ളത്തിന് അത്രമേൽ ആവശ്യമുണ്ട് എന്നൊക്കെ ഈ ഒരു വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വളരെ വേഗത്തിൽ ഒഴുകുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കാനുള്ളത്. മുന്നോട്ട് വരാം. നമുക്ക് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലത്തിന്റെ ഏകദേശ പ്രതിദിന ഉപയോഗമാണ്. അപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് നല്ല ഉപയോഗമുള്ള ഒന്നാണ് ജലം. ജലമില്ലാത്തൊരു ജീവിതമില്ല അല്ലെ. ആലോചിച്ച് നോക്ക്, നമുക്ക് ഒരു ദിവസം വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ജലം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായതുകൊണ്ട് ജലത്തിന്റെ ഒരു ദിവസത്തെ ഉപയോഗം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏകദേശമാണ് അല്ലെ, ഏകദേശ കണക്കാണ്. ഞാൻ ഇവിടെ വ്യക്തമായിട്ട് ഏകദേശ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെയായിരുന്നു അത് തന്നെ ചിന്തിച്ചോളാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ജലത്തിന്റെ ഒരു ഏകദേശ ഉപയോഗത്തിൽ രാവിലെ കുടിക്കാൻ നമ്മൾ എന്തായാലും കുടിക്കാൻ വെള്ളം ഉപയോഗിക്കുമല്ലോ. അപ്പൊ കുടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് വീട്ടുകാരൊക്കെ പറയാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിലോ, ഒരു ദിവസം ഒരു 2-3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് അല്ലെ. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ 2-3 ലിറ്റർ വെള്ളം എങ്ങനെ വന്നാലും കുടിച്ചേ പറ്റൂ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കുടിക്കാൻ എന്തായാലും വെള്ളം ആവശ്യമാണ്. കുടിക്കാൻ വേണ്ടി നമ്മളൊരു 2.5 മുതൽ 3 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയാം. പിന്നെ പാചകം, നമുക്ക് അറിയാം, ഭക്ഷണം പാകം ചെയ്യാൻ ജലം അത്യന്താപേക്ഷിതമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു 3 മുതൽ 4 ലിറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണം പാകം ചെയ്യാനും ജലം ഉപയോഗിക്കാം. ഓക്കെ, ഇനി വീട്ടിലെ ഏറ്റവും കൂടുതൽ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാലുള്ള എന്താണ്, പാത്രം കഴുകലാണ്. അപ്പൊ തീർച്ചയായിട്ടും പാത്രം കഴുകാൻ ഒത്തിരി വെള്ളം ആവശ്യമില്ലേ. നമ്മൾ ചിന്തിക്കത്തില്ല എത്ര ലിറ്റർ ആയി എന്നൊന്നും ചിന്തിക്കത്തേ ഇല്ല. പക്ഷെ ഒരു 6-7 ലിറ്റർ വെള്ളം നമുക്ക് എന്തായാലും ആവുന്നുണ്ടെന്ന് ചിന്തിച്ചോളുക. അപ്പോൾ ഒരു 6 മുതൽ 8 ലിറ്റർ വരെ നമുക്കൊരു ഏകദേശ കണക്കെടുക്കാം. ഓക്കെ, ഇനി കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനുമായിട്ട് നമ്മൾ വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടി വേറെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ കുളിക്കാനും വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഒരു 30 ലിറ്റർ ആണ് പാഠപുസ്തകം പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു 30 ലിറ്റർ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം എന്താണ്, ആലോചിച്ച് നോക്കുക, ശുചീകരണം, വീടെല്ലാം വൃത്തിയാക്കിയിടണം. നല്ല രീതിയിൽ വൃത്തിയാക്കിയിടായോ? തീർച്ചയായിട്ടും വേണം. ഈ വീട് വൃത്തിയാക്കിയിടാൻ വേണ്ടി വെള്ളം ആവശ്യമാണ്. ഒരു 50 ലിറ്റർ വെള്ളം നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചേക്കാം. ഓക്കെ, ഒരു 50 ലിറ്റർ വെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് കരുതുക. ഇനി അടുത്ത എന്താണ്, മറ്റ് ആവശ്യങ്ങൾക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ കുളിക്കുക മാത്രമേ പറഞ്ഞുള്ളൂ, പല്ല് തേക്കുന്ന കാര്യം പറഞ്ഞില്ല അല്ലെ. അതുപോലെ ഒരുപാട് ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ കാല് കഴുകാനോ അല്ല മുറ്റത്തോട്ടിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമല്ലോ, ചെടികൾ കൊഴിക്കാനോ ഒക്കെ ആയിട്ട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ മറ്റ് ആവശ്യങ്ങൾക്ക് ഒരു 30 ലിറ്റർ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിവെക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ എത്ര ലിറ്റർ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ടെന്ന് ഏകദേശം ഒരു കണക്ക് നിങ്ങൾ ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. ഏകദേശം എന്താണ്, 121 മുതൽ 125 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനും അപ്പുറം വെള്ളം ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ചിലപ്പോൾ ഇതിൽ കുറവ് വെള്ളം ഉപയോഗിക്കുന്നവരും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളൊരു ഏകദേശം കണക്ക്, ഒരു നോർമൽ കണക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു 121 മുതൽ 125 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. കുളിച്ചിട്ടെങ്കിൽ പോരും എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചൊന്നും നമുക്കൊരു കണക്കുണ്ടായിരിക്കത്തില്ല
ചില സ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ ലഭ്യത കുറവുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടറിയാം ഞാനിപ്പോൾ എത്ര കുടം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ക്യാൻ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ധാരാളം വെള്ളം കിട്ടുന്ന നാട്ടിൽ നമ്മൾ തീർച്ചയായിട്ടും 100ന് മേലെ അല്ലെ ആലോചിച്ച് നോക്കാം, 100ഒന്നും ആയിരിക്കത്തില്ല, ഇതിലും കൂടുതൽ നമ്മൾ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, പാഴാക്കി കളയുന്നുണ്ട്. അപ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വെള്ളം നമുക്ക് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയില്ല. എല്ലാ ആവശ്യങ്ങൾക്കും, ഈ പറഞ്ഞ എല്ലാ ആവശ്യങ്ങൾക്കും ആരെ ആവശ്യമാണ്? ജലത്തെ ആവശ്യമാണ്. അപ്പം അത്രമേൽ ജനങ്ങളോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഇത് ജലം. അപ്പൊ ജനങ്ങളെന്ന് മാത്രം പറയുന്നില്ല ഞാൻ, എല്ലാത്തിനും ആവശ്യമാണ്. ചെടികൾക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും എല്ലാ ജീവജാലങ്ങൾക്കും എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ജീവൻ ഇല്ലാത്തവയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അവയിൽ ഉപയോഗിക്കാറുണ്ട്. എന്താണ്, നമ്മുടെ ഇവിടെ ഒരു കസേര കിടക്കുകയാണ്, ആ കസേര കഴുകുമ്പോൾ ആ വെള്ളം നമ്മൾ അതിന് ഉപയോഗിക്കുന്നില്ലേ? കഴുകുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ജീവനുള്ളവയ്ക്കും ജീവനില്ലാത്തവയ്ക്കും എല്ലാം വെള്ളത്തിന്റെ ആവശ്യമുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒന്ന് ചിന്തിച്ചോളുക. ഓക്കെ, അപ്പൊ നമുക്ക് ജലത്തിന്റെ ആവശ്യകത മനസ്സിലാക്കണം. ഇത്രയും വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? പോകാൻ മുന്നോട്ട്. അപ്പൊ വെള്ളത്തിന് നല്ല ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. ഇനി കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും, ഇതാണ് മെയിൻ പോയിന്റ്. നമുക്ക് ഈ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നമുക്ക് ജലം എന്ന് വെച്ചാൽ ഭയങ്കര ആവശ്യമാണ്, പക്ഷെ അത്രത്തോളം ജലം നമുക്കുണ്ടോ? ആലോചിച്ച് നോക്കുക, അത്രത്തോളം ഭൂഗർഭ ജലത്തിന്റെ അളവ് നമ്മുടെ ഭൂമിയിലുണ്ടോ? ആലോചിച്ച് നോക്കുക. അപ്പോൾ ഓരോ രീതിയിലും നമ്മൾ എത്രത്തോളം നഷ്ടപ്പെടുത്തി കളയുന്നു, അങ്ങനെ ഒരുപാട് നമ്മൾ മലിനീകരണപ്പെടുത്തി കളയുന്നു, എല്ലാം ആലോചിച്ച് നോക്കുക. അപ്പൊ നമുക്ക് കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും എന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കാം, എന്താ അവിടെ പറയുന്നതെന്നുള്ള കാര്യം. അപ്പൊ തീർച്ചയായിട്ടും വെള്ളം കിട്ടാതെ മരണപ്പെടുന്ന ജനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിന്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ജലം ശുദ്ധമാണോ? പ്യുവർ വാട്ടർ ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ല. നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം പ്യുവർ അല്ലാന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് പ്യൂരിഫയർ വാങ്ങിച്ചു വെച്ചിട്ട് വെള്ളത്തെ പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട്. ഓക്കെ ആണ്. ഇനി ചിലർ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മിനറൽ വാട്ടർ ബോട്ടിലുകൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള ജലം എന്താണ്? മലിനീകരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ജലം മലിനീകരണപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ജനസംഖ്യാ വർധനവ് എന്ന് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ ഭയങ്കരമായിട്ട് ജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഉപയോഗവും കൂടും. ഉപയോഗം കൂടുന്നതിനനുസരിച്ച് എല്ലാവരും ഭയങ്കര ഹൈജീനിക് ആയിരിക്കുമോ? ആയിരിക്കില്ല, തീർച്ചയായിട്ടും ആയിരിക്കില്ല. അവരെന്ത് ചെയ്യും? ജലത്തെ മലിനപ്പെടുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ജനസംഖ്യ വർധനവിനനുസരിച്ച് മനുഷ്യൻ മാത്രമാണോ? അല്ല, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളും അതിന്റെ ഒപ്പം തന്നെയാണ്. നമ്മൾ പണ്ട് കാലത്ത് പഠിക്കാറുണ്ടായിരുന്നു, ഒരിക്കലും എന്താണ് പശുവിനെയോ അല്ലെങ്കിൽ മറ്റു മൃഗാദികളെയോ എന്താണ് കുളത്തിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ പാടില്ല, ആ വെള്ളം നമ്മൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതല്ലേ, അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ജനസംഖ്യാ വർധനവ് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജലമലിനീകരണത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ആലോചിച്ചോളുക. അപ്പൊ ജനസംഖ്യാ വർധനവ് ഓർത്ത് വെച്ചാൽ ജനസംഖ്യാ വർധനവ് എന്ന് കിടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല. ജലമലിനീകരണത്തിനുള്ള കാരണങ്ങൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനസംഖ്യാ വർധനവ് ഒരു കാരണം തന്നെയാണ്. അടുത്തത്, അപ്പൊ ജലമലിനീകരണത്തിന്റെ തോതിലുള്ള വർധനവ് കാരണം ശുദ്ധജലത്തിന്റെ ലഭ്യത എന്ത് ചെയ്യുകയാണ്? കുറഞ്ഞു വരികയാണ്. അപ്പൊ ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ അളവ് എന്താണ്? വളരെ കുറവാണെന്ന് മനസ്സിലാക്കാം. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ലോകത്ത് 700 കോടിയിലധികം ജനങ്ങളുണ്ട്. അതിൽ 200 കോടിയോളം പേര് എന്താണ്? ശുദ്ധജലം കിട്ടാതാണ് ഇരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, നമ്മൾ എന്തോരം വെള്ളം പാഴാക്കി കളയുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഏകദേശം ഒരു 200 കോടിയോളം ജനങ്ങൾക്ക് ആവശ്യത്തിന് എന്ത് കിട്ടുന്നില്ല? പ്യുവർ വാട്ടർ, ശുദ്ധമായ ജലം കിട്ടുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ഇത്രയും പേർക്ക് ജലം ഇല്ല എന്നാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ പേരിലേക്ക് ഈ ജലക്ഷാമം എത്തും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പൊ ജലമലിനീകരണം എന്ന് പറയപ്പെടുന്നത് ജനങ്ങൾ മരണപ്പെടുന്നതിനും കാരണമാകുന്നുണ്ട് എന്ന് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. അതിന് എന്ത് മനസ്സിലായി? ജലം മലിനീകരണം അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾ നിരവധി ഉണ്ട് എന്ന് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ജലജന്യ രോഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട് ചാപ്റ്ററുകളിലായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാലം ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ മൂലം പ്രതിവർഷം ലോകത്ത് നിരവധി പേര് എന്ത് ചെയ്യുന്നുണ്ട്? മരണപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിച്ചോളൂ. അപ്പൊ ജലജന്യ രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണവും എന്ത് തന്നെയാണ്? ജലമലിനീകരണം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ കുറച്ച് ഉത്തരങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്താവശ്യത്തിനാണ് എന്ന് ആലോചിക്കുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഏകദേശം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുക. അതെല്ലാം കണ്ടെത്തി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
നമ്മുടെ ശരീരത്തിൽ ജലത്തിന് പ്രാധാന്യമുണ്ടോ? കുടിക്കാൻ നമ്മൾ ഏകദേശം ഒരു 3 ലിറ്റർ ദിവസം ഉപയോഗിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ തീർച്ചയായിട്ടും അത്രയും ജലം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടോ ചിന്തിക്കാം. നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ ഏകദേശ കണക്ക് എത്രയാണ്? എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ വെള്ളമുണ്ട്? എന്തൊക്കെ പ്രവർത്തനങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്? ശരീരത്തിന്റെ ഉള്ളിലെ കാര്യമാണ് ചോദിച്ചത്. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? യെസ്, നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് കിടക്കാം. ശ്രദ്ധിക്കാം. മനുഷ്യന്റെ ശരീരമാണ്. ഈ ശരീരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങൾക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളം ആവശ്യമുണ്ട് എന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ തലച്ചോറ്, ബ്രെയിൻ തന്നെ എടുക്കുകയാണ്. യെസ്, പുള്ളിയാണല്ലോ ഇപ്പൊ വർക്ക് ചെയ്യേണ്ട ആള്. അപ്പൊ ബ്രെയിൻ എടുക്കുകയാണ്. ബ്രെയിന് വെള്ളം ആവശ്യമുണ്ടോ? യെസ്, ഉണ്ട്. ഏകദേശം ഒരു 73% വാട്ടർ ആര് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു 73% വാട്ടർ ആർക്ക് ആവശ്യമുണ്ട്? യെസ്, നമ്മുടെ ബ്രെയിൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മുടെ ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളാണ് ആര്? ബ്ലഡ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ രക്തത്തിന് വെള്ളത്തിന് ആവശ്യമുണ്ടോ? ഉണ്ട്. ഒരു 94% വാട്ടർ ആർക്ക് ആവശ്യമുണ്ട്? നമ്മുടെ ബ്ലഡിനും ആവശ്യമുണ്ട്. പിന്നെ എന്താണ്? വൃക്കകൾക്ക്. തീർച്ചയായിട്ടും വൃക്കകൾക്ക് വേണമെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യം എത്തിയത്. ഈ പറയുന്ന ബ്രെയിനോ രക്തമോ ഒന്നും ആദ്യം എത്തി കാണില്ല, മനസ്സിലായി. പക്ഷെ വൃക്കകൾക്ക് ജലം ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. വൃക്കകൾക്ക് ഒരു 79% ജലത്തിന്റെ ആവശ്യം ഒരു ദിവസം വേണം. ഓക്കെ, ഇനി അടുത്ത പേശികളാണ്. പേശികൾക്കും എന്താണ്? ജലത്തിന്റെ ആവശ്യമുണ്ട്. 75% ജലം പേശികളും എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഹൃദയം ആണ് മെയിൻ ആള്. ഹൃദയത്തിൽ എത്ര വേണം? 75% വാട്ടറിന്റെ ആവശ്യം ഒരു ദിവസം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ശ്വാസകോശത്തിന് 83%. ശ്വാസകോശം നിങ്ങളുടെ മനസ്സിലേ വന്ന് കാണത്തില്ല അല്ലെ? തീർച്ചയായിട്ടും വന്ന് കാണത്തില്ല. പിന്നെ അസ്ഥികൾക്ക് എത്രയാണ്? 31% മതി. ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ശരീരത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങൾക്കും ആരെ ആവശ്യമാണ്? ജലത്തെ ആവശ്യമാണ്. അപ്പൊ മനസ്സിലാക്കുക, തലച്ചോറിന് ആവശ്യമുണ്ട്, ഹൃദയത്തിന് ആവശ്യമുണ്ട്, ശ്വാസകോശത്തിന് ആവശ്യമുണ്ട്, രക്തം, വൃക്ക, പേശികൾ, അസ്ഥികൾ എല്ലാവർക്കും ജലം ആവശ്യമാണ്. അപ്പം ഇത്രയും ആവശ്യം തന്നെ മനസ്സിലായി. ഏറ്റവും കൂടുതൽ ജലം ആവശ്യമുള്ള ആർക്ക് തന്നെയാണ്? ബ്ലഡിനാണെന്ന് മനസ്സിലാക്കാം അല്ലെ? രണ്ടാം സ്ഥാനത്ത് ശ്വാസകോശത്തിനും ആരെ ആവശ്യമുണ്ട്? നമ്മുടെ വെള്ളത്തെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ കൂടുതൽ ആവശ്യം ആർക്കാണ്? രക്തത്തിനും ശ്വാസകോശത്തിനും ഒക്കെയാണ്. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക? വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുടിക്കുമ്പോൾ നല്ല വെള്ളം കുടിക്കുക, ശുദ്ധമായ ജലം കുടിക്കുക. ശുദ്ധമായ ജലം എന്ന് പറയുമ്പോൾ pH 7 വരുന്ന, ഓക്കെ, അതൊക്കെ അറിയാലോ, pH 7 വരുന്ന വെള്ളം കുടിക്കുക. അപ്പൊ നമ്മൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, pH നെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ? സോ തീർച്ചയായും നമ്മൾ 5ാം ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, പോവാണ് മുന്നോട്ട്. ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാൻ? ഇത്രയും കേട്ടപ്പോൾ തന്നെ മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ആര്? ജലം എന്ന് മനസ്സിലാക്കാം. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ്, മെയിൻ കമ്പോണന്റ് ആണ് ആര്? ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. ആലോചിക്കേ, ഹൃദയം പ്രവർത്തിക്കണമെങ്കിൽ, ശ്വാസകോശം പ്രവർത്തിക്കണമെങ്കിൽ, കിഡ്നി പ്രവർത്തിക്കണമെങ്കിൽ, ബ്രെയിൻ പ്രവർത്തിക്കണമെങ്കിൽ, ബ്ലഡ് നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെല്ലാം ആരെ ആവശ്യമുണ്ട്? അസ്ഥികളുടെ പ്രവർത്തനത്തിനാണെങ്കിലും എല്ലാം തന്നെ ആരെ ആവശ്യമാണ്? ജലത്തെ ആവശ്യമാണ്. അപ്പം എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ആരെ ആവശ്യമാണ്? ജലത്തെ ആവശ്യമാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർത്ത് വെച്ചേക്കുക, എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലത്തിന്റെ ആവശ്യകതയുണ്ട് എന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? യെസ്, ഇപ്പൊ മുന്നോട്ട് വരാം. അടുത്തൊരു പോയിന്റിലേക്ക് വരികയാണ്. ഇനി മനുഷ്യന്മാർക്ക് മാത്രമാണോ ജലത്തിന്റെ ആവശ്യമുള്ളത്? അല്ല. നമുക്കറിയാം മനുഷ്യന് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും ജീവജാലങ്ങൾക്കെല്ലാം തന്നെ എന്താവശ്യമാണ്? ജലം ആവശ്യമാണെന്ന് ഞാൻ തുടക്കം തന്നെ ഇൻട്രോയിൽ പറയുകയുണ്ടായി അല്ലെ? അപ്പൊ നമുക്ക് കണ്ടേ, നമ്മുടെ വൃക്ഷത്തിലേക്ക് വരാം. ഇനി കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? വൃക്ഷമാണ്. കണ്ടോളുക. ജലം സസ്യങ്ങളിൽ നിന്നാണ് അതിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ജലം സസ്യങ്ങളിൽ. സസ്യങ്ങൾക്കും ജലം ആവശ്യമാണല്ലോ. തീർച്ചയായിട്ടും സസ്യങ്ങൾക്ക് എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത്? ഈ സസ്യങ്ങള് ഈ ജലം വലിച്ചെടുക്കുന്നത് മൂലം, നമുക്കറിയാം ജലം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സസ്യങ്ങള്. ഈ സസ്യങ്ങൾ ജലം വലിച്ചെടുക്കുന്നത് മൂലം അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് നോക്കിയാലോ നമുക്ക്? വൺ ബൈ വൺ ആയിട്ട് പോയിന്റ് നോക്കാം. ഒന്നാമത്തേന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇത് തന്നെ പറയാം, പ്രകാശ സംശ്ലേഷണത്തിന്. എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ ആവശ്യമാണ്? സൂര്യപ്രകാശം ആവശ്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, പിന്നെ എന്താണ് വേണ്ടത്? ജലവും ലവണവും ആവശ്യമാണ്. സസ്യങ്ങളിൽ ഹരിതകവും വേണം അല്ലെ? ഇലകളിലുള്ള ഹരിതകവും വേണം, ക്ലോറോഫിലും വേണം. ഇത് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു, ജലവും ലവണവും വേണമെന്ന് പറഞ്ഞില്ലേ? ഈ ജലവും ലവണവും ആരാ വലിച്ചെടുക്കുന്നത്? കൂടുതൽ സസ്യങ്ങളിലും വേരാണ് വലിച്ചെടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ആഹാരം പാകം ചെയ്യുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിന് ആരെ ആവശ്യമാണ്?
ജലം ആവശ്യമാണ്. ഓക്കെയാണ്. ഇനി ശ്രദ്ധിക്കുക, അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ടെ ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രകാശ സംശ്ലേഷണം വരെ അവർ ആഹാരം നിർമ്മിച്ചല്ലോ സസ്യങ്ങൾ. അത് എന്ത് ചെയ്യണം? സസ്യങ്ങളുടെ എല്ലാ ഭാഗത്തും എത്തിക്കണ്ടായോ? വേണം, തീർച്ചയായിട്ടും വേണം. നിങ്ങളാണെങ്കിൽ ഒരുപാട് ആഹാരം നിർമ്മിച്ചു വെച്ചിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യണ്ടായോ? അതുപോലെ തന്നെ സസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം പാകം ചെയ്യുകയും പിന്നെ എന്ത് ചെയ്യുകയാണ്? അതിനുശേഷം ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യങ്ങളുടെ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും കൂടി ചെയ്യണം അല്ലെ? തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യമാണ്, അത് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആണ് സസ്യത്തിന്റെ ഘടന നിലനിർത്തുന്ന സസ്യത്തിന് സസ്യ ശരീരത്തിന്റെ ഒരു ഘടനയില്ലേടെ? യെസ്, ആ ഘടന നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആരെ ആവശ്യമാണ്? ജലം ആവശ്യമാണ്. നിങ്ങൾ ഒരു ചെടി കൊണ്ട് നടുക, എന്നിട്ട് നട്ടിട്ട് ഭയങ്കര വേനലുള്ള സമയത്താണ് നിങ്ങൾ നട്ടതെന്ന് കരുതുക. നട്ട് നിങ്ങൾ 2 ദിവസം വെള്ളം നന്നായിട്ട് ഒഴിച്ചു, അപ്പൊ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് അതിങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ പിന്നെ 2-3 ദിവസം ആ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല, വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കാതിരുന്ന ആ ചെടി എന്ത് ചെയ്യടെ? വാടിപ്പോകും. എന്ന് വെച്ചാൽ അതിന്റെ ആ കൃത്യമായ ആ ഒരു ഘടന അവിടെ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. അതായത് സസ്യ ശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിന് ആരെ ആവശ്യമാണ്? ജലത്തെ ആവശ്യമാണ്. ഓക്കെയാണ്. പിന്നെ ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കണം. നമുക്കറിയാം ഈ വേരിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്നാണ് ജലവും ലവണവും വലിച്ചെടുക്കുക അല്ലെ? ജലവും ലവണവും വലിച്ചെടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ ലവണങ്ങളൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ജലം കൂടി ഉണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും, അതായത് സസ്യ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് എത്തുകയുള്ളൂ. ഓക്കെ, ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കണം. ഇലകളിൽ എത്തിച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇലകളിൽ എത്തിച്ചാലേ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കത്തുള്ളൂ. അപ്പൊ ലവണങ്ങളെ ഇലകളിൽ എത്തിക്കുന്ന ജോലിയും ആരാണ് ചെയ്യുന്നത്? നമ്മുടെ ജലമാണ് ചെയ്യുന്നത്. അപ്പൊ ആലോചിക്കുക, ജലം എന്തൊക്കെ ജോലികളാ ചെയ്യുന്നത്? ആ സസ്യത്തിന്റെ ഘടന നിലനിർത്തുന്നു, ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടത്തുന്നു, അതോടൊപ്പം തന്നെ ആഹാരത്തെ ഇലകളിൽ നിന്നും സസ്യ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു. ഇനി വേര് വലിച്ചെടുക്കുന്ന ലവണം ഇലകളിൽ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ എന്തെല്ലാം ജോലികളാണ് നമ്മുടെ ജലം ചെയ്യുന്നത്. ആലോചിക്കുക. അപ്പൊ ജലത്തെ ഒരുപാട് ആവശ്യമില്ല ആർക്ക്? സസ്യങ്ങൾക്കും. മനുഷ്യരീരത്തെ പോലെ തന്നെ സസ്യ ശരീരത്തിനും ആരെ ആവശ്യമാണ്? ജലത്തെ ആവശ്യമാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? യെസ് ആണ്. അപ്പൊ മുന്നോട്ട് വരുന്നു. ഇനി അടുത്തത്, എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആരെ ആവശ്യമാണ്? ജലം ആവശ്യമാണ്. കേട്ടോ, എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആരെ ആവശ്യമാണ്? ജലത്തെ ആവശ്യമാണ്. തീർച്ചയായിട്ടും എല്ലാ പ്രോസസ്സുകളും നടക്കണമെന്നുണ്ടെങ്കിലും ആര് വേണം? ജലം വേണം. മെയിൻ ആയിട്ട് ആര് വേണം? ജലം വേണം. ജലം ഇല്ല എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക, സസ്യങ്ങളൊന്നും തന്നെ വളരില്ല. മനുഷ്യന്മാരെല്ലാം ഭയങ്കര അവശരായിട്ട് മാറും. ഇപ്പൊ ജലം എന്ന് പറയപ്പെടുന്നത് ഈ ലോകം ഇങ്ങനെ നല്ല രീതിയിൽ നടന്നു പോകാൻ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ജലത്തിന്റെ ആകൃതിയും നിറവും ഒക്കെ ഒന്ന് നോക്കിയാലോ? യെസ്, നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ഗ്ലാസ് വെള്ളം ഈ കുഞ്ഞെടുത്ത് പിടിച്ചിരിക്കുന്നുണ്ടല്ലേ? കുഞ്ഞിന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുകയാണ്. കണ്ടോ, ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ്സിനകത്ത് വെള്ളം ഇരിക്കുകയാണ്. എന്നിട്ട് പുള്ളി പറയുകയാണ്, നിറവും മണവും ഇല്ല, അപ്പോൾ ശുദ്ധജലമായിരിക്കും. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നിറവും മണവും ഇല്ല എങ്കിൽ അത് ശുദ്ധജലമായിരിക്കുമോ? യെസ്, അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പോയിട്ടുണ്ട്. അത് തീർച്ചയായും 5ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ചിന്തയാണ് പറയുന്നത് കേട്ടോ. അപ്പം നിറവും മണവും ഇല്ല, അപ്പോൾ ശുദ്ധമായിരിക്കുമെന്നാണ് കുട്ടി പറയുന്നത്. കുട്ടിയുടെ അഭിപ്രായം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ്, അപ്പൊ അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നിറവും ആകൃതിയും എന്ന ഭാഗത്തേക്കൊന്ന് കടക്കാം. എന്താ അവിടെ പഠിക്കാണെന്ന് നോക്കാം. എന്താണ്ട് നമുക്ക് പരിശോധിക്കണം. ഒരു പരിശോധന നടത്തിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിറമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഫൈനൽ പോയിന്റിലേക്ക് വരാം. പരിശോധന ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിറമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജലത്തിന് നിറമില്ല. ഓക്കെ, മണമുണ്ടോടെ? ശുദ്ധജലമാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കത്തില്ല? മണം ഉണ്ടായിരിക്കില്ല. ബാക്ടീരിയ ഉണ്ടോ? തീർച്ചയായിട്ടും ആ ജലത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാവാം. ഓക്കെ ആണ്. പൂർണ്ണമായും അങ്ങ് ശുദ്ധമാക്കാൻ സാധ്യമല്ലാത്തതിനാൽ ബാക്ടീരിയ സാന്നിധ്യം ഉണ്ടായിരിക്കാം. മെയിനായിട്ട് ഓർത്തോക്കേണ്ട കാര്യം നിറമില്ല എന്നുള്ളതും പിന്നെ എന്താണ്? മണമില്ല. പക്ഷേ ബാക്ടീരിയയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവാം, ജലത്തിൽ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ആലോചിച്ച് വെച്ചേക്കാം. ഇത്തരത്തിൽ ജലം പരിശോധിക്കുന്നതിനുള്ള ഗുണം എന്താണ്? ജലം എപ്പോഴും പരിശോധിക്കുന്നതിനുള്ള ഗുണം നമ്മുടെ വീടിന്റെ അടുത്തുള്ള കിണറ്റിലെ ജലം നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് എത്രത്തോളം കോളിഫോം ബാക്ടീരിയകൾ, അങ്ങനെ കുറെ ബാക്ടീരിയകളില്ലേ, ഈ ബാക്ടീരിയകളൊക്കെ എത്രത്തോളം ലെവൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിലെ പ്യൂരിഫയർ വെക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ എന്നറിയാൻ വെള്ളത്തിന്റെ സാമ്പിൾ നിങ്ങളുടെ അടുത്ത പരിസരത്തുള്ള ഗുണനിലവാര പരിശോധന ലാബുകളിൽ എത്തിച്ച് പരിശോധിക്കേണ്ടതാണ് കേട്ടോ. അത് എല്ലാവർക്കുമായിട്ട് പൊതുജന താല്പര്യാർത്ഥം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, പോകുന്നു മുന്നോട്ട്.
ഇനി ജലത്തിന്റെ ആകൃതിയിലേക്ക് വരാം. ആകൃതി എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ വേണ്ട ഇങ്ങനെ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആകൃതി എന്താണ്? നമ്മുടെ പണ്ട് കാലത്തേക്ക് വീടുകളിലൊക്കെ കണ്ടിട്ടുള്ള എന്താണ് കുടമില്ലേ, സിനിമകളിലൊക്കെ കാണുന്ന ഒരു തരം കുടം. ഓക്കെ, അതിന്റെ ഒരു ചിത്രം മനസ്സിൽ കരുതുക. ഇത് നമുക്കറിയാം നമ്മുടെ കുപ്പി. അപ്പോൾ ഇത്രയും പേര് ഇതിനകത്ത് ഓരോന്നിനകത്തും വെള്ളം നിറച്ചു കഴിഞ്ഞാൽ എന്താകൃതി ആയിരിക്കും വെള്ളത്തിന്? യെസ്, ആ വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകളുടെ ആകൃതി തന്നെയായിരിക്കും ജലത്തിന് ഉണ്ടായിരിക്കുക എന്ന് നമുക്കറിയാം. അപ്പൊ പല ആകൃതിയിലുള്ള പാത്രങ്ങളിൽ എന്ത് ചെയ്യുക? വെള്ളം എടുത്തു കഴിഞ്ഞാൽ ജലം എന്ത് ചെയ്യും? ആ പാത്രത്തിന്റെ ആകൃതിയിലായിരിക്കും കാണപ്പെടുക. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആകൃതി ആർക്കില്ല? ജലത്തിനില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ജലത്തിന് എന്താണ്? പ്രത്യേകിച്ച് ആകൃതി ഒന്നും തന്നെ ഇല്ല, ഷേപ്പുകൾ ഒന്നും തന്നെ ഇല്ല. ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതിയിലേക്ക് മാറാൻ ആർക്ക് കഴിവുണ്ട്? ജലത്തിന് കഴിവുണ്ട്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഈ ജലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളില് പൊങ്ങിക്കിടക്കുന്നവയും താഴ്ന്നു കിടക്കുന്നവയും കാണില്ലേ? കാണും, തീർച്ചയായിട്ടും. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നവയും ഉണ്ട്, ജലത്തിൽ താഴ്ന്നു കിടക്കുന്നവയും ഉണ്ട്. ഇനി നമുക്ക് അതൊന്ന് നോക്കിയാലോ? യെസ്, നോക്കാം. ഇവിടെ കുറച്ചധികം വസ്തുക്കളുടെ പേര് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഊഹം പറയണം, അതിനുശേഷം ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. അതായത് ഊഹം എന്ന് പറഞ്ഞാൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുവാണോ, ജലത്തിൽ പൊങ്ങിക്കിടക്കുവാണോ, താഴ്ന്നു കിടക്കുവാണോ എന്നുള്ള കാര്യമാണ് ഊഹത്തിന്റെ ഭാഗത്ത് പറയേണ്ടത്. പിന്നെ അത് ശരിയാണോ തെറ്റാണോ എന്ന് ടീച്ചർ നമുക്ക് പറഞ്ഞുതരും. ഓക്കെ, ഇതാണ് നമ്മുടെ ജോലി. അപ്പൊ നമുക്കൊരു കല്ലെടുക്കാം. കല്ലെടുത്ത ശേഷം എന്ത് ചെയ്യാം? വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ജലത്തിൽ എന്ത് ചെയ്യാനാ ചാൻസ്? പൊങ്ങിക്കിടക്കാനാണോ താഴ്ന്നു കിടക്കാനാണോ ചാൻസ്? യെസ്, പൊങ്ങിക്കിടക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ, അല്ലേ? അപ്പൊ തീർച്ചയായും നമുക്ക് പൊങ്ങിക്കിടക്കുന്നതിന് പി എന്നും താഴ്ന്നു കിടക്കുന്നതിന് ടി എന്നും കൊടുക്കാം. അപ്പൊ നമുക്ക് പൊങ്ങിക്കിടക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ നമ്മുടെ കണ്ടെത്തൽ ശരിയാണോ? തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ കണ്ടെത്തൽ ശരിയാണ്. ഇനി അടുത്തേക്ക് വരാം. ബലൂൺ എടുക്കുകയാണ്. നിങ്ങൾ ബലൂൺ വീർപ്പിച്ച ശേഷം ആ ബലൂൺ എന്ത് ചെയ്യുക? വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പൊങ്ങിക്കിടക്കോ താഴ്ന്നു കിടക്കോ? തീർച്ചയായിട്ടും അത് പൊങ്ങിക്കിടക്കാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കണ്ടെത്തൽ നിങ്ങൾ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ശരിയാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇനി അടുത്ത എന്താ? ഒരു നാണയം. ₹1 നാണയം എടുത്താൽ വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് നോക്കി. നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പം തീർച്ചയായിട്ടും ചില കുളങ്ങളിലൊക്കെ നമ്മളിങ്ങനെ നാണയങ്ങൾ ഇട്ട് കൊടുക്കാറില്ലേ? തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ എന്താ കാണുന്നത്? യെസ്, ആ നാണയം ആ വെള്ളത്തിന്റെ താഴ്ന്ന ഭാഗത്ത് വന്ന് കിടക്കുന്ന കണ്ടൂടെ? യെസ്, വെള്ളത്തിന് അടിത്തട്ടിൽ പോയി കിടക്കുന്ന കാണാലോ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്താണ്? താഴ്ന്നു പോവാണ്. താഴ്ന്നു പോകുന്നതിന് ഞാൻ ടി കൊടുക്കുവാണേ. താഴ്ന്നു പോവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കണ്ടെത്തൽ ശരിയാണോ? നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടാ പറഞ്ഞേ. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, അല്ലെ? യെസ്, പല ദേവാലയങ്ങളിലും പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് മനസ്സിൽ കരുതിക്കൊള്ളുക. ഇനി അടുത്തൊരു തടി കഷ്ണമാണ്. തടി കഷ്ണം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വെള്ളത്തിലിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലോട്ട് വരേണ്ടത് മോഹൻലാലിന്റെ ഒരു പാട്ടുണ്ടല്ലോ, അമ്മപ്പുഴയുടെ പൈതലായി. യേസപ്പ, ആ പാട്ടൊന്ന് ആലോചിക്കേ. തടി എന്ന് പറയപ്പെടുന്ന പൊങ്ങിയല്ലേ കിടക്കുന്നത്? തീർച്ചയായിട്ടും തടി എന്താണ്? തടി കഷ്ണം എന്ത് ചെയ്യും? പൊങ്ങി കിടക്കുക എന്ന് ആലോചിച്ചോളൂ. പൊങ്ങി കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ ഊഹം ശരിയാണെന്നുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്ത കർപ്പൂരമാണ്. കർപ്പൂരം എടുത്തിട്ട് എന്ത് ചെയ്യുക? വെള്ളത്തിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ എന്റെ എക്സാമ്പിളാണ് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ എന്താ പറയുന്നത്? അതിങ്ങനെ പൊങ്ങി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇനി അടുത്ത പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പ്ലാസ്റ്റിക് എപ്പോഴും എന്താണ്? പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നിങ്ങൾ കാണാറുണ്ട് പല ജലാശയങ്ങളിലും കിടക്കുന്നതായിട്ട്. അത് പൊങ്ങി തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് കണ്ടുപരിചയമുള്ള കാര്യമാണ്. ശരിയാണ്. നമ്മുടെ ഊഹം എന്താണ്? ശരി തന്നെയാണ്. ഇനി അടുത്ത ഇരുമ്പാണി. ഒരു ഇരുമ്പിന്റെ ആണി എടുത്ത് വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് നോക്കിയേ. യെസ്, ഇട്ട് നോക്കി കഴിയുമ്പോൾ അത് താഴ്ന്നു പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. അത് താഴ്ന്നു പോവാറുണ്ട്. നമ്മുടെ ഊഹം ശരി തന്നെയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ശരിയായ കാര്യം തന്നെയാണ്. ഇനി ഒരു ഇല. പണ്ട് പ്രാവിന്റെ ഒരു കഥ പഠിച്ചിട്ടില്ലേ? യെസ്, അപ്പോൾ പ്രാവിന്റെ കഥ പഠിച്ചത് എന്തായിരുന്നു? പ്രാവും ഒരു കട്ട്രൂപ്പും തമ്മിലുള്ള ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കട്ട്രൂമ്പ് എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു വേടൻ വന്നിങ്ങനെ ആക്രമിക്കാൻ സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ആക്രമിക്കുന്ന സമയത്ത് വേടന്റെ കാലിൽ പോയിട്ട് കട്ട്രൂമ്പ് കടിച്ച് പ്രാവിനെ രക്ഷിച്ചിട്ടുണ്ട്, അല്ലെ? യെസ്, അതിന്റെ പരിഹാരമായിട്ട് വെള്ളത്തിൽ വീണ ഉറുമ്പിനെ രക്ഷിക്കാൻ നമ്മുടെ പ്രാവ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇല എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഇലയിൽ കയറി ആ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഉറുമ്പ് രക്ഷപ്പെട്ട കഥ നമ്മൾ കേട്ടിട്ടില്ലേ? യെസ്, തീർച്ചയായിട്ടും ഇല എന്തായിരിക്കും? പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കാം അതിൽ നിന്ന്. അപ്പോൾ അത് നമ്മുടെ ഊഹം ശരിയാണ്. ഇനി മെഴുകാണ്. നമ്മളൊരു മെഴുകുതിരി എടുത്തിട്ട് എന്ത് ചെയ്യുക? വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. മെഴുക് എന്ത് ചെയ്യും? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്? ശരിയാണ്. ഇനി ഐസാണ്. ഐസും എന്താണ്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഊഹം ശരിയാണ്. ഓക്കെ, നമ്മളിനി ഊഹങ്ങളൊക്കെ ശരിയാണോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാലോ? നമ്മളെ ഊഹമല്ലേ പറഞ്ഞേക്കുന്നത്? ഊഹങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കാം. ഓക്കെ,
അതാണ്ടേ കല്ല് വെള്ളത്തിൽ എന്താ താഴ്ന്നു പോകുന്നു. നമ്മുടെ ഊഹം ശരി തന്നെയായിരുന്നു അല്ലേ? യെസ്, നമ്മുടെ കണ്ടെത്തൽ ശരി തന്നെയാണ്. ബലൂൺ ജലത്തിൽ എന്ത് ചെയ്യുക? പൊങ്ങിക്കിടക്കുക. നമ്മൾ അങ്ങനെ അല്ലേ പറഞ്ഞേ? അതെ, പൊങ്ങിക്കിടക്കുകയാണ്. പിന്നെ നാണയം നമ്മൾ അമ്പലത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ്? നാണയം ജലത്തിൽ താഴ്ന്നു പോകുന്നു എന്നാ പറഞ്ഞത്. അതും ശരി തന്നെയാണ്. തടിക്കഷ്ണം ജലത്തിൽ എന്താണ്? പൊങ്ങിക്കിടക്കുന്നു. അമ്മപ്പുഴയുടെ പൈതലായി. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്? അതും ശരി തന്നെയാണ്. കർപ്പൂരം ജലത്തിൽ എന്ത് ചെയ്യുന്നു? പൊങ്ങിക്കിടക്കുന്നു എന്ന് നമുക്കറിയാം. അതിനെന്താ എക്സാമ്പിൾ പറയുന്നത്? നിങ്ങൾ കിണ്ടിയിലൊക്കെ വെള്ളം നിറച്ച ശേഷം അതിന്റെ മുകളിലിട്ട് കത്തിക്കുന്ന കണ്ടിട്ടില്ലേ കർപ്പൂരമൊക്കെ? യെസ്, കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ തീർച്ചയായിട്ടും കർപ്പൂരം ജലത്തിൽ എന്താണ്? പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഊഹങ്ങളൊക്കെ ശരിയാണ്. ഇതുവരെയുള്ള ഊഹങ്ങൾ ശരിയാണ്. ബാക്കി ശരിയാണെന്ന് നോക്കാം. ഇനി അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കർപ്പൂരം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പ്ലാസ്റ്റിക് ഓൾറെഡി നമ്മൾ കാണാറുണ്ട്. നമ്മുടെ എന്താണ് ജലസ്രോതസ്സിനെ മലിനമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് എന്താണ്? ജലത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്, നമുക്ക് നന്നായിട്ട് അറിയാം. ഇരുമ്പാണി ഇട്ടപ്പോൾ എന്താ സംഭവിച്ചത്? തീർച്ചയായിട്ടും ഇരുമ്പാണി താഴ്ന്നു പോവുകയാണ് ചെയ്തത്. ഇനി അടുത്തത് ഇലയുടെ നമ്മൾ കഥ പറഞ്ഞില്ലേ? യെസ്, അപ്പൊ ഇല എന്താണ്? ജലത്തില് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി മെഴുക് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ത് ചെയ്തു? പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി അടുത്ത ഐസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഐസ് ക്യൂബ് അങ്ങനെ ഇട്ട് വെള്ളത്തിന്റെ മുകളിലിടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്? പൊങ്ങിക്കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഊഹങ്ങളൊക്കെ ശരിയല്ലേ? യെസ്, നമ്മുടെ ഊഹങ്ങളൊക്കെ ശരിയാണ്. ഇതെല്ലാം നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. ചിലപ്പോ വളരെ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ആരെ കാണാം? ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെ പൊങ്ങിക്കിടക്കുന്നവ എന്ന് പറഞ്ഞിട്ട് ഈ മെഴുകിനെ തരുമ്പോഴോ ഒക്കെ നമ്മൾ എന്തേ ചിന്തിക്കും? ദൈവമേ, മെഴുക് പൊങ്ങിക്കിടക്കുവാണോ? അയ്യോ, എനിക്കൊരു ഡൗട്ട് വരുന്നല്ലോ എന്ന ചിന്ത വരരുത്. അതിനുവേണ്ടിയിട്ടാണ് ഈ ഭാഗമൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു പോകുന്നത്. 5ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കേൾക്കുമ്പോൾ എല്ലാം വളരെ ഈസിയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം എന്നുള്ള മേഖലകൾ ഉണ്ട്. അപ്പൊ അതൊന്നും ചെയ്യുക, എന്തായാലും ഫുൾ കണ്ടു നോക്കുക. ഓക്കെ, പോവാണ് മുന്നോട്ട്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണം ചെയ്യാം. കുറച്ച് വസ്തുക്കളുടെ പേര് കൊടുത്തിരിക്കുകയാണ്. പഞ്ചസാരയുണ്ട്, ഉപ്പുണ്ട്, വിനാഗിരി ഉണ്ട്, അപ്പക്കാരമുണ്ട്, സോപ്പൊടിയുണ്ട്, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. എല്ലാവരെയും പരിചയമുള്ളതാണ്. ഈ വസ്തുക്കള് ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം, ജലത്തിൽ ലയിക്കാത്തവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ജോലി തുടങ്ങിയാലോ? യെസ്, തുടങ്ങാം. ആദ്യം പഞ്ചസാര ജലത്തിൽ ലയിക്കുമല്ലോ? യെസ്, ഇവിടെ തന്നിട്ടുണ്ട്. ജലത്തിൽ ലയിക്കുന്ന ആളാണ് പഞ്ചസാര. വിനാഗിരി, അതിനുശേഷം എന്താ? ഉപ്പാ കൊടുത്തത്. ഉപ്പ് ജലത്തിൽ ലയിക്കുമോ? തീർച്ചയായിട്ടും ജലത്തിൽ ലയിക്കുന്ന ആളാണ് ഉപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 പേരെ കിട്ടി. വിനാഗിരി ജലത്തിൽ ലയിക്കൂടെ? തീർച്ചയായിട്ടും വിനാഗിരി എന്ത് ചെയ്യാറുണ്ട്? ജലത്തിൽ ലയിക്കാറുണ്ട്. അപ്പൊ വിനാഗിരി ഇവിടെ വരും, ജലത്തിൽ ലയിക്കുന്നവയുടെ കൂട്ടത്തിൽ വരും. ഓക്കെ, അതും കിട്ടി. ഇനി അപ്പക്കാരം എന്ന് വെച്ചാൽ എന്താ അറിയാമോ? നമ്മുടെ സോഡിയം ബൈകാർബണേറ്റ്, ബേക്കിംഗ് സോഡ. അപ്പക്കാരം എന്ന് വെച്ചാൽ അതാണ്ട് NaHCO3. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ്, NaHCO3 എന്ന് പറയുന്നതാണ് അപ്പക്കാരം. ബേക്കിംഗ് സോഡ എന്ന് പറയും. അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യാറുണ്ട്? വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. NaHCO3, സോഡിയം ബൈകാർബണേറ്റ്, അതായത് നമ്മുടെ അപ്പക്കാരം. സോപ്പ് പൊടി ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. സോപ്പ് പൊടി എന്ത് ചെയ്യാറുണ്ട്? ജലത്തിൽ ലയിക്കുന്നതാണ് അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം, സോപ്പ് പൊടിയും എന്ത് ചെയ്യാറുണ്ട്? ജലത്തിൽ ലയിക്കാറുണ്ട്. അപ്പൊ അതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തേക്ക് വരികയാണ്. അടുത്ത ഏതാണ്? മണ്ണെണ്ണ ജലത്തിൽ ലയിക്കുവോ? ഇല്ല. മണ്ണെണ്ണ എന്ന് പറയപ്പെടുന്ന ആള് എന്ത് ചെയ്യാറില്ല? ജലത്തിൽ ലയിക്കത്തില്ല. അപ്പൊ മണ്ണെണ്ണ നമ്മൾ ഇവിടെ എഴുതുകയാണ്. അപ്പൊ മണ്ണെണ്ണ ഇവിടെ എഴുതി. വെളിച്ചെണ്ണ ജലത്തിൽ ലയിക്കൂടെ? ഇല്ല, വെളിച്ചെണ്ണയും ജലത്തിൽ ലയിക്കത്തില്ല. അപ്പൊ വെളിച്ചെണ്ണ ഇവിടെ എഴുതുകയാണ്, വെളിച്ചെണ്ണ. ഓക്കെ, അപ്പൊ അത് നമുക്ക് കിട്ടി, വെളിച്ചെണ്ണയും കിട്ടി. ഓക്കെ, ഇനി അടുത്ത എന്താണ്? മെഴുക് ജലത്തിൽ ലയിക്കില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി കർപ്പൂരം ജലത്തിൽ ലയിക്കുമോ? ഇല്ല, കർപ്പൂരം എന്താണ്? ജലത്തിൽ ലയിക്കത്തില്ല. ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ കർപ്പൂരവും എന്ത് ചെയ്യുന്നില്ല? ജലത്തിൽ ലയിക്കത്തില്ല. ഇനി തുരിശ് എന്ത് ചെയ്യാറുണ്ട്? ജലത്തിൽ ലയിക്കാറുണ്ട് കേട്ടോ. തുരിശ് എന്താ? തുരിശ് എന്ന് വെച്ചാൽ കോപ്പർ സൾഫേറ്റ് ആണ്. തുരിശിന്റെ കെമിക്കൽ ഫോർമുല ഒന്ന് പറഞ്ഞേ. CuSO4, ബാക്കിയുടെ പറ 5H2O. ഓക്കെ ആണ്, പഠിച്ചേ. CuSO4 5H2O എന്ന് പറയപ്പെടുന്ന ആളാണ് ആര്? തുരിശ്. പഠിച്ചേ, CuSO4 5H2O എന്ന് പറയുന്നതാണ് തുരിശ്. തുരിശിന്റെ കെമിക്കൽ ഫോർമുല ഒന്ന് പറയാം, ശ്രദ്ധിച്ചോ. കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റ്. പറഞ്ഞേ, കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റ്. ഇനി അടുത്ത പൊട്ടാസ്യം പെർമാംഗനേറ്റ്. സിമ്പിൾ എന്താ? KMnO4. എന്താണ്? KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പൊ എന്ന് പറഞ്ഞേ, KMnO4 എന്ന് പറയപ്പെടുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ്.
ഓക്കെ, ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയപ്പെടുന്നത് ജലത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ലയിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ജലത്തിൽ ലയിക്കുന്നവയും കിട്ടി, ജലത്തിൽ ലയിക്കാത്തവയും കിട്ടിയിരിക്കുകയാണ്. ജലത്തിൽ ലയിക്കുന്ന പഞ്ചസാര, സോപ്പ് പൊടി, ഉപ്പ്, വിനാഗിരി, സോഡിയം ബൈകാർബണേറ്റ്, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ സോഡിയം ബൈകാർബണേറ്റ്, അതോടൊപ്പം തന്നെ എന്താണ് തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇതുള്ള വലിയ കോമ്പൗണ്ടുകളൊക്കെ തന്നിട്ട് ജലത്തിൽ ലയിക്കുമോ എന്ന് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അടുത്ത് ജലത്തിൽ ലയിക്കാത്തവയിൽ മണ്ണെണ്ണ, വെളിച്ചെണ്ണ, കർപ്പൂരം, മെഴുക് എന്നിവയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജലത്തിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കാത്തവയും മനസ്സിലായി അല്ലെ? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, ഖരവസ്തുക്കളും ദ്രാവകങ്ങളും ജലത്തിൽ ലയിക്കുന്നു എന്ന് കണ്ടല്ലോ. ചില ഖരവസ്തുക്കളും ജലത്തിൽ ലയിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് ദ്രാവക വസ്തുക്കളും ജലത്തിൽ ലയിക്കുന്നുണ്ട്. ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന ഒന്നാണ് ഇത് പഞ്ചസാര, അത് ജലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലയിക്കുന്നുണ്ട്. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് വിനാഗിരി, വിനാഗിരി എന്ത് ചെയ്യുന്നുണ്ട്? ജലത്തിൽ ലയിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ രണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് പഠിച്ചു. ഖരവസ്തുക്കളും ജലത്തിൽ ലയിക്കുന്നുണ്ട്, ദ്രാവക വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? ജലത്തിൽ ലയിക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ നോക്കാനുള്ള സമയമാണ്. ജലത്തിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കാത്തവയും നമ്മൾ കണ്ടെത്തിയൊക്കെ ശരിയാണോ നോക്കാം. ലയിക്കാത്തവയായിട്ട് ആരെയൊക്കെ കിട്ടി? മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം. നമ്മൾ ശരിയായിട്ട് കണ്ടെത്തിയിരുന്നല്ലോ, കണ്ടെത്തി. ലയിക്കുന്നവയിൽ ആരൊക്കെ ഉണ്ട്? പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടിയുണ്ട്, തുരിശുണ്ട്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ട്. പഞ്ചസാരയുടെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞേ. പറ. C12, H22, O11. ഇതാണ് സൂക്രോസ് എന്ന് വിളിക്കുന്ന സാധാ പഞ്ചസാര. ഉപ്പ് എന്ന് വെച്ചാൽ എന്താ? NaCl ആണ്. വിനാഗിരി എന്ന് വെച്ചാൽ ആരാണ്? അസെറ്റിക് ആസിഡ് ആണ്. CH3COOH എന്ന് പറയുന്ന അസെറ്റിക് ആസിഡ് ആണ് അല്ലെ? അസെറ്റിക് ആസിഡിന് വേറൊരു പേരെന്താ? എഥനോയിക് ആസിഡ്. അസെറ്റിക് ആസിഡിന് വേറൊരു പേരെന്താ? എഥനോയിക് ആസിഡ്. അപ്പക്കാരത്തിന് വേറൊരു പേരെന്താ? ബേക്കിംഗ് സോഡ. അപ്പക്കാരത്തിന് വേറൊരു പേരെന്താ? ബേക്കിംഗ് സോഡ. സിമ്പിൾ എന്താ? NaHCO3. ഓർമ്മ വന്നില്ലേ? NaHCO3 ഒക്കെയാണ്. സോപ്പ് പൊടി നമുക്കറിയാം. ഇനി അടുത്ത തുരിശ് എന്ന് പറഞ്ഞാൽ എന്താണ്? CuSO4. CuSO4 എത്ര H2O? 5H2O. ഇംഗ്ലീഷിൽ എന്ത് വിളിക്കാം? ബ്ലൂ വിട്രിയോൾ. അത് PSC ചോദിച്ചിട്ടില്ലേ? ചോദിച്ചിട്ടുണ്ട്. ബ്ലൂ വിട്രിയോൾ. ഓർത്ത് വെച്ചോണേ, വിട്രിയോൾ എന്നാണ്. വിട്രിയോൾ. ഓക്കെ, ബ്ലൂ വിട്രിയോൾ. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ തുരിശാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് വെച്ചാൽ എന്താ? KMnO4. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. എല്ലാരെയും പരിചയമുണ്ട്. അപ്പൊ മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം ഇവയെല്ലാം തന്നെ എന്താണ്? ജലത്തിൽ ലയിക്കാത്തവയാണ്. ഇവയെല്ലാം തന്നെ എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയുമാണ്. ക്ലിയർ ആണ്? അടുത്ത ഭാഗത്തേക്ക് വരാം. അടുത്ത ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലയിക്കുന്നതും ലയിക്കാത്തതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതിലൊരു ചോദ്യമാണ് ചക്കയുടെ പശ. ചക്കപ്പശ ഉണ്ടല്ലോ, ചക്കപ്പശ, ടാർ, റോഡ് ടാർ ചെയ്യുന്ന ടാർ ഉണ്ടല്ലോ, എന്നിവ പറ്റിപ്പിടിച്ചാൽ എങ്ങനെ നീക്കം ചെയ്യും? ഏതെങ്കിലും വസ്തുവിൽ ചക്കപ്പശയോ ടാറോ ഒക്കെ പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും? ജലത്തിൽ ലയിക്കുന്ന വെള്ളം ഉപയോഗിച്ച് നീക്കാൻ പറ്റുമോ? ജലത്തിൽ ലയിക്കാത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണോ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും നോക്കിക്കൊള്ളുക. ചക്കപ്പശയും ടാറും മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നു. ഓക്കെയാണ്. അതായത് ചക്കപ്പശ എന്ന് പറയപ്പെടുന്നതും ടാറും മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും എന്ത് ചെയ്യാറുണ്ട്? ലയിക്കുന്നു. ഓക്കെയാണ്. അപ്പൊ ജലത്തിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കാത്തവയുണ്ട്. അപ്പൊ ജലത്തിൽ ലയിക്കാത്തവ എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള വെളിച്ചെണ്ണയിലും മണ്ണെണ്ണയിലും ലയിക്കുന്ന രണ്ട് വസ്തുക്കളെ നമുക്ക് കിട്ടി. ഏതൊക്കെയാ? ചക്കപ്പശയും ടാറും. അപ്പൊ ചക്കപ്പശയും ടാറും എവിടെയാ ലയിക്കുന്നത്? മണ്ണെണ്ണയിലും ലയിക്കാറുണ്ട്, വെളിച്ചെണ്ണയിലും ലയിക്കാറുണ്ട്. അതുകൊണ്ട് മണ്ണെണ്ണയോ വെളിച്ചെണ്ണയോ പുരട്ടിക്കഴിഞ്ഞാൽ ചക്കപ്പശയും ടാറും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നീക്കം ചെയ്യാൻ സാധിക്കും. അപ്പോ ജലത്തിൽ ലയിക്കാത്തവയുടെ രണ്ട് ഉപയോഗങ്ങൾ പഠിച്ചില്ലേ? ജലത്തിൽ ലയിക്കാത്ത രണ്ട് വസ്തുക്കളാണ് ആരൊക്കെ? മണ്ണെണ്ണയും വെളിച്ചെണ്ണയും എന്ന് പറയപ്പെടുന്നത്. യെസ്, അവരുടെ പ്രധാനപ്പെട്ട കാര്യം ചക്കപ്പശയും ടാറും ഒക്കെ ഉണ്ടെങ്കിൽ അവ എന്ത് ചെയ്യും? മണ്ണെണ്ണയിലും ആ വെളിച്ചെണ്ണയിലും അങ്ങ് ലയിച്ച് ചേരാറുണ്ട് അല്ലെ? അപ്പോ ജലത്തിൽ ലയിക്കാത്തവയ്ക്ക് ഈ ലോകത്ത് ഉപയോഗമുണ്ട് എന്ന് മനസ്സിലായില്ലേ? അല്ലെ തന്നെ നമുക്കറിയാം മണ്ണെണ്ണയ്ക്കും വെളിച്ചെണ്ണയ്ക്കും നിരവധി ഉപയോഗങ്ങളുണ്ട്. അതിൽ രണ്ട് ഉപയോഗം ഇപ്പൊ കേട്ടു. ചക്കപ്പശ പറ്റിക്കഴിഞ്ഞാൽ അവയെ നീക്കം ചെയ്യാം, ടാറ് പറ്റിക്കഴിഞ്ഞാൽ അവയെ നീക്കം ചെയ്യാനും നമുക്ക് ആരെ യൂസ് ചെയ്യാൻ സാധിക്കും? യെസ്, തീർച്ചയായിട്ടും നമുക്ക് വെളിച്ചെണ്ണയോ മണ്ണെണ്ണയോ യൂസ് ചെയ്യാം. അതുകൊണ്ട് വെളിച്ചെണ്ണയും മണ്ണെണ്ണയും ഒക്കെ പുരട്ടിക്കഴിഞ്ഞാൽ ചക്കപ്പശയും ടാറും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നീക്കം ചെയ്യാൻ പറ്റും. ഓക്കെ ആണ്. യെസ്, ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരാം. അതും പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ചോളുക. ബോൾ പോയിന്റ് പേനയുടെ മഷി വസ്ത്രത്തിൽ പുരണ്ടു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യാൻ എന്താണ് മാർഗം? നമ്മളിപ്പം OMR ഷീറ്റിലാണെന്നുണ്ടെങ്കിലും എല്ലാം യൂസ് ചെയ്യുന്ന ബോൾ പോയിന്റ് പെന്നാണ്. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയാതെ കാണാൻ നമുക്കൊരു വര വീഴാറുണ്ട് അല്ലേ? യെസ്, തീർച്ചയായിട്ടും നമ്മുടെ ഡ്രസ്സിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു വര വീഴാറുണ്ട്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ അവയെ എങ്ങനെ നീക്കം ചെയ്യാമെന്നുള്ളതാണ്.
മഷി എവിടെ ലയിക്കുന്ന എന്നുള്ള കാര്യം പറയുന്നു. ശ്രദ്ധിച്ചു വെച്ചോ. മഷി ആൽക്കഹോളിൽ ലയിക്കും. മഷി എവിടെ ലയിക്കും? ആൽക്കഹോളിൽ ലയിക്കും. സാനിറ്റൈസറിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ സാനിറ്റൈസറിൽ എന്തടങ്ങിയിട്ടുണ്ട്? ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ സാനിറ്റൈസർ ഉപയോഗിച്ച് വസ്ത്രത്തിൽ പുരണ്ട ബോൾ പോയിന്റ് പേനയുടെ മഷി നീക്കം ചെയ്യാം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചുകയാണ്. സൈക്കോളജി അറിയാവുന്നവർക്ക് ഈ ഒരു പോയിന്റിൽ നിന്നൊരു കാര്യം പിടികിട്ടി കാണും. എന്തായിരിക്കും ഇവിടെ? മഷി ആൽക്കഹോളിൽ ലയിക്കും. എന്നിട്ട് കുട്ടികളോട് യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ആൽക്കഹോൾ ആണോ? അല്ല. അവർക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒന്നിലേക്ക് പെട്ടെന്ന് അടുത്ത സെന്റൻസിൽ പോയത് കണ്ടോ? ഈ ആൽക്കഹോൾ എവിടെ അടങ്ങിയിട്ടുണ്ട്? സാനിറ്റൈസറിൽ അടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ആൽക്കഹോൾ എടുത്താലുള്ള പ്രശ്നം എന്താണെന്നുള്ള കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലെ. സാനിറ്റൈസർ ആണെങ്കിൽ അവർക്കറിയാം. കോവിഡ് കഴിഞ്ഞിട്ട് വന്ന സീസണിലുള്ള കോവിഡ് എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥ തരണം ചെയ്ത് വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം സാനിറ്റൈസർ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ കൈകൾ ശുദ്ധമാക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒന്നും കൂടിയാണ് ഇത് സാനിറ്റൈസർ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു 5ാം ക്ലാസ് ലെവലിലേക്ക് ആ ഒരു സെന്റൻസിൽ നിന്ന് അടുത്ത ഒരു വാക്കിൽ പോയിട്ടുണ്ട്. ശ്രദ്ധിച്ചോളുക. മഷി ആൽക്കഹോളിൽ ലയിക്കുന്നുണ്ട്. സാനിറ്റൈസറിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ എന്ത് ചെയ്യുക? സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് വസ്ത്രത്തിൽ പുരണ്ടിരിക്കുന്ന മഷീനെ എന്ത് ചെയ്യാം? നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ പോയിന്റ് ഉള്ളതാണ്. ഓർത്തോഷണം. മഷി എവിടെ ലയിക്കും എന്നുള്ള കാര്യം ആലോചിച്ചുള്ള ആൽക്കഹോള്. അതുപോലെ സാനിറ്റൈസറിനകത്ത് ആരുടെ സാന്നിധ്യം ഉണ്ടെന്നൂടെ മനസ്സിലാക്കാം. യെസ്, അതിനകത്ത് ആൽക്കഹോളിന്റെ സാന്നിധ്യമുണ്ട്. 10th 10ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് സാനിറ്റൈസർ എന്താണെന്ന് വിശദമായിട്ട് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 5ലായിട്ടേ ഉള്ളൂ. 10ൽ എത്തുമ്പോഴത്തേക്ക് അതൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? യെസ്, പോവാം മുന്നോട്ട്. ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ടേ, ഇനി നമ്മൾ മറ്റൊരു കാര്യം, വേറൊരു ലയനത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മളിപ്പോ ഖരവസ്തുക്കളെയും ദ്രാവക വസ്തുക്കളെയും ലയിപ്പിച്ചു. ഇനി വാതകങ്ങൾ ലയിക്കും കൂടെ അറിയണ്ടായോ? യെസ്, വേണം. അപ്പൊ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ ലയിപ്പിക്കാൻ പോവാ. ആരെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ ലയിപ്പിക്കാൻ പോവാണ്. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ നിർമ്മിക്കുന്നത്. അപ്പൊ നമ്മള് സോഡയില്ലേ, സോഡ. അപ്പൊ നമ്മുടെ സോഡ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ ലയിപ്പിച്ചിട്ടാണ് ആരെ നമ്മൾ നിർമ്മിച്ചെടുക്കുക? സോഡ നിർമ്മിക്കുക. ഓക്കെ, സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് ഇങ്ങനെ കുമിള വരത്തില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഓർക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറത്തേക്ക് പോകുന്നതാണ് കുമിള എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സോഡ തുറക്കുമ്പം കുമിളകൾ വരുന്ന പോലെ തന്നെ പെപ്സി ഒക്കെ തുറക്കത്തില്ലേ, പെപ്സി, കോള, ഒക്കെ തുറക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താ സംഭവിക്കുന്നത്? അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ കുമിളകളല്ലേ, അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, മാവ് പുളിപ്പിക്കത്തില്ലേ, മാവ്, അരിമാവ്, ദോശമാവൊക്കെ ഇല്ലേടെ. ഈ ദോശമാവൊക്കെ പുളിപ്പിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ കുമിളകൾ വന്നിരിക്കത്തില്ലേ, അതാരാ? അതിന്റെ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കേൾക്കത്തില്ലേ? തീർച്ചയായിട്ടും എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയപ്പെടുന്ന വാതകം. കുമിള പൊട്ടത്തില്ലേ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം പുറത്തേക്ക് പോകുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കാം, സോഡ കുപ്പി പൊട്ടിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന കുമിളകൾ ഉണ്ടല്ലോ, അത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ അവിടെ നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചോ, ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് സോഡ നിർമ്മിക്കുന്നത്. സോഡ എന്താ? കാർബോണിക് ആസിഡ്. സോഡ എന്താണ്? പറഞ്ഞോ, കാർബോണിക് ആസിഡ് ആണ്. എന്താണ്? കാർബോണിക് ആസിഡ്. ഈ കാർബോണിക് ആസിഡിന്റെ സിമ്പൽ എന്താണ്? H2CO3. പഠിച്ചോണേ, H2CO3 ആവശ്യമുണ്ട്. H2CO3. അപ്പൊ ഓർത്ത് വെച്ചേക്ക, സോഡ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോണിക് ആസിഡ് ആണ്. കാർബോണിക് ആസിഡ് എന്ന് വെച്ചാൽ എന്താ? H2CO3 ആണ്. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി, ഖരപദാർത്ഥങ്ങളും പറഞ്ഞോ, ദ്രാവക പദാർത്ഥങ്ങളും അതോടൊപ്പം തന്നെ എന്താണ്? വാതക പദാർത്ഥങ്ങളും ജലത്തിൽ ലയിക്കാറുണ്ട് അല്ലെ. ഖരവും ദ്രാവകവും വാതകവും എന്ത് ചെയ്യുന്നു? ജലത്തിൽ ലയിച്ചു വരികയാണ്. അപ്പോ ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഒരുപാട് പദാർത്ഥങ്ങൾ ജലത്തിൽ ലയിക്കുന്നതായിട്ട് മനസ്സിലായില്ലേ? ഇനി അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു നാരങ്ങ വെള്ളം ഒന്ന് തയ്യാറാക്കിയാലോ? തയ്യാറാക്കാം. എന്തൊക്കെ ആവശ്യമുണ്ട് നാരങ്ങ വെള്ളം തയ്യാറാക്കാൻ? തീർച്ചയായിട്ടും നമുക്ക് നാരങ്ങ ആവശ്യമുണ്ട്. പിന്നെ ആരുണ്ട്? നാരങ്ങ നീരെന്ന് പറയാമേ. നാരങ്ങ നീര് ആവശ്യമുണ്ട്. പിന്നെ ആരെ ആവശ്യമുണ്ട്? ജലം ആവശ്യമുണ്ട് അല്ലെ. ജലം ആവശ്യമുണ്ട്. പിന്നെ ആരെ ആവശ്യമുണ്ട്? ഉപ്പിട്ടെടുക്കാവേ. ഉപ്പ് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് പേരെ കൂടെ ഒക്കെ വേണം. നമുക്കിപ്പോൾ തൽക്കാലം ഇത്രയും വെച്ച് നാരങ്ങ വെള്ളം തയ്യാറാക്കാം. അപ്പൊ ആരൊക്കെ വേണ്ട? നാരങ്ങ നീരുണ്ട്, ജലമുണ്ട്, ഉപ്പുണ്ട്. ഇത്രയും പേര് ഉപയോഗിച്ച് നമ്മൾ നാരങ്ങ വെള്ളം തയ്യാറാക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മുടെ നാരങ്ങ നീര് തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ വസ്തുക്കൾ ഉണ്ട്, എന്തൊക്കെയാണ് ഉപയോഗിച്ചതെന്നൊക്കെ നോക്കാം. ഈ നാരങ്ങ നീരിനെയും ഉപ്പിനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ജലത്തിൽ ലയിപ്പിക്കാറുണ്ട്. നാരങ്ങ നീരിനെയും ഉപ്പിനെയും എന്ത് ചെയ്യാറുണ്ട്? ജലത്തിൽ ലയിപ്പിക്കാറുണ്ട്. അങ്ങനെ ലയിപ്പിച്ചല്ലേ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ തൽക്കാലം ഈ 3 വെച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾ വേറെ സാധനങ്ങളൊക്കെ ഇടുമെന്ന് എനിക്കറിയാം, ഒക്കെ നമ്മൾ മാറ്റി വെക്കുന്നു. ഇപ്പൊ തൽക്കാലം ഒരു ചെറിയ നാരങ്ങ വെള്ളമാണ്. അപ്പൊ ഈ നാരങ്ങ നീര് ഉപ്പ് എവിടെ ലയിച്ചത്?
ജലത്തിൽ അങ്ങ് ലയിച്ചു ചേരുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെ ലയിച്ചു ചേർന്നവരാരൊക്കെയാ? നാരങ്ങാനീരും ലയിച്ചു, ഉപ്പും ലയിച്ചു. ഓക്കെ, അവർ രണ്ടുപേരുമാണല്ലോ ലയിച്ചത്. യെസ്, ആ ലയിച്ചു ചേർന്നവരെ ഇനി മുതൽ ലീനം എന്ന് വിളിക്കണം. ലീനം എന്ന് വെച്ചാൽ സൊല്യൂട്ട് എന്ന് പറയും. എന്ത് പറയും? സൊല്യൂട്ട്. ലീനം എന്ന് വിളിക്കണം കേട്ടോ, ലീനം എന്ന് വിളിക്കണം. ഈ നാരങ്ങാനീരും ഉപ്പും എവിടെയാ ലയിച്ചു ചേർന്നത്? എവിടെയാ ലയിച്ചു ചേർന്നത്? യെസ്, ജലത്തിലാണ് ലയിച്ചു ചേർന്നത്. ജലത്തിലാണ് ലയിച്ചു ചേർന്നത്. എവിടെയാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ നമ്മൾ എന്ത് വിളിക്കണം? നമ്മുടെ ലായകം എന്ന് വിളിക്കണം. ലായകം എന്ന് പറഞ്ഞാൽ സോൾവെന്റ്. എന്താണ്? സോൾവെന്റ്. ഓക്കെ, ലായകം. ഓക്കെ, ഇവ തമ്മിൽ ലയിച്ചു ചേർന്നപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം കിട്ടിയില്ലേ? യെസ്, അതിനെ നമ്മൾ നാരങ്ങ വെള്ളത്തിന്റെ ലായനി എന്ന് പറയണം. അതായത് നമുക്ക് ലയിച്ച എന്താണ്? ഈ ലീനമായ ഉപ്പും അതോടൊപ്പം നാരങ്ങാനീരും ലയിച്ചത് എവിടെയാണ്? ലായകമായ ജലത്തിലാണ്. ഇവ തമ്മിൽ ചേർന്നുണ്ടായ ആ ലായനിയാണ് നമ്മുടെ നാരങ്ങാ വെള്ളം. അപ്പം ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നുണ്ടായ ലായനിയെ നമ്മൾ എന്ത് വിളിക്കും? സൊല്യൂഷൻ. ടോപ്പിക്കാണ്, ഓർത്തോണേ, സൊല്യൂഷൻ. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചേക്കുക. ലയിച്ച് ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയും. ലയിച്ച് ചേരുന്ന വസ്തുവിനെ എന്ത് പറയും? ലീനം, സൊല്യൂട്ട് എന്ന് പറയും. അതാണ്, ശ്രദ്ധിച്ചോണേ. എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയും. എന്തിലാണോ, ജലത്തിലാണല്ലോ ലയിച്ചത്, അപ്പൊ എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം, സോൾവെന്റ് എന്ന് പറയും. ഓക്കെ, അടുത്ത ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ലായനി, സൊല്യൂഷൻ. ക്ലിയർ ആണ്? ഒരു തവണ കൂടി ഞാൻ പറയാം. എന്തിലാണോ ലയിക്കുന്നത് ആ ലയിച്ചു ചേരുന്ന, എന്തിൽ ലയിക്കുന്നു ആ ലയിക്കുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ലായകം എന്നാണ്. ഓക്കെ, ലായകത്തിൽ എന്താണോ ലയിച്ചു ചേർന്നത്, ലായകത്തിൽ എന്താണോ നമ്മൾ ലയിക്കാൻ വേണ്ടി ഇട്ടത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനം. തമ്മിൽ ഈ ലീനവും ലായകവും ചേർന്ന് ആരുണ്ടാകുന്നു? ലായനി ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചുക, ലയിച്ചു ചേരുന്ന വസ്തുവിനെ എന്ത് വിളിക്കും? ലീനം എന്ന് വിളിക്കും. ഓക്കെ, ഇനി ആ എന്തിലാണോ ലയിച്ചു ചേരുന്ന ആ വസ്തുവിനെ എന്ത് വിളിക്കും? ലായകം എന്ന് വിളിക്കും. ഓക്കെ, ലീനവും ലായകവും കൂടെ ചേർന്ന് നമുക്ക് ആരുണ്ടാകും? ലായനി ഉണ്ടാകും. ലീനവും ലായകവും കൂടെ ചേർന്ന് ആരുണ്ടാകും? ലായനി ഉണ്ടാകും. അപ്പൊ സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേർന്ന് സൊല്യൂഷൻ ഉണ്ടാകും. സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേർന്ന് സൊല്യൂഷൻ ഉണ്ടാകും. ശ്രദ്ധിച്ചോണം, ലയിച്ചു ചേരുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലീനം. ആ ലയിച്ചു ചേരുന്ന എന്തിലാണോ ആ വസ്തുവിനെ വിളിക്കുന്ന പേരാണ് ലായകം. ഓക്കെ, ഫൈനലി ലഭിക്കുന്ന പ്രോഡക്റ്റിനെ നമുക്ക് ലായനി എന്ന് വിളിക്കാം. ക്ലിയർ ആണ്? യെസ്, ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? ലായനി, ലീനം, ലായകം എന്നിവ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു തവണ കൂടി നമുക്ക് അതിന്റെ ഡെഫിനേഷൻ നോക്കാം. ശ്രദ്ധിച്ചോ. ഓക്കെ, എന്താണ് ലീനം? എന്താണ് ലീനം? ലീനം എന്ന് വെച്ചാൽ സൊല്യൂട്ട്. എന്താന്ന് ചോദിച്ചാൽ ലയിച്ചു ചേർന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത്. ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് എന്ത് പറയുന്നത്? ലീനം എന്ന് പറയുന്നത്. എന്താണ് ലായകം? ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ എന്ത് പറയുന്നു? ലായകം. ഓക്കെ, സോൾവെന്റ് എന്ത് വിളിക്കുന്നു? സോൾവെന്റ്. ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്ന ആ വസ്തുവിനെ ലായകം എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത് എന്താണ് ലായനി? ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ലായനി അല്ലെങ്കിൽ സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? ലായനി അല്ലെങ്കിൽ സൊല്യൂഷൻ. അപ്പൊ സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ മൂന്ന് പേരെ പറഞ്ഞിട്ടുണ്ട്. ഓർത്ത് വെക്കുക, സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ എന്നിവയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി വെച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എക്സാമ്പിളിൽ നമ്മൾ പറയാൻ പോകുന്ന ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ലായനി എടുക്കാം. ഉപ്പ് ലായനി അല്ലേ നമ്മൾ കുറച്ചു നേരമായിട്ട് എടുക്കുന്നത്? ഉപ്പ് ലായനി നിർമ്മിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുണ്ട്? ഉപ്പും ആവശ്യമുണ്ട്, പിന്നെ ആരും ആവശ്യമുണ്ട്? ജലവും ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ ഉപ്പ് എന്ന് പറയുന്നതാണ് ജലത്തിൽ ലയിക്കാൻ പോകുന്ന ആള് ആണല്ലോടെ. അപ്പൊ ലയിച്ചു ചേരുന്ന വസ്തു ഏതാണ്? ഉപ്പാണ്. ഉപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ലീനം എന്ന് വിളിക്കാം. ഈ ലീനമായ ഉപ്പ് എന്തിലാണ് ലയിച്ചത്? ജലത്തിലാണ് ലയിച്ചത്. അതുകൊണ്ട് ജലത്തെ നമുക്ക് എന്ത് വിളിക്കാം? ലായകം എന്ന് വിളിക്കാം. ഓക്കെ, ഈ ലീനവും ലായകവും കൂടെ ചേർന്ന് ഉണ്ടായ ആളുടെ പേരെന്താണ്? യെസ്, ഉപ്പ് ലായനി. എന്തുകൊണ്ടായി? ഉപ്പ് ലായനി. പേരിൽ തന്നെ ലായനി ഉണ്ട് കേട്ടോ, ഉപ്പ് ലായനി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഉപ്പ് ലായനി നിർമ്മിക്കാൻ ഉപ്പും ജലവും എടുത്തു. ഈ ഉപ്പ് എന്ന് പറയുന്നത് ലീനമാണ്, ജലം എന്ന് പറയപ്പെടുന്ന ലായകമാണ്. ഈ ലീനവും ലായകവും ചേർന്നുണ്ടായതാണ് എന്ത്? ഉപ്പ് ലായനി എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമ്മൾ
സോഡയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ സോഡയുടെ കാര്യം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കുക നിങ്ങൾ. അതാണ്ട് എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത്? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് ആരെ ഉണ്ടാക്കുന്നത്? സോഡ ഉണ്ടാക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സോഡ എന്ന് വെച്ചാൽ കാർബോണിക് ആസിഡ് ആണ്. H2CO3 ആണ് ഇത് കാർബോണിക് ആസിഡ് എന്ന് പറയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകുന്നു. ഇനി നമുക്ക് ലീനവും ലായകവും ലായനിയും മനസ്സിലായ സ്ഥിതിക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നുണ്ടോ? യെസ്, ലീനവും ലായകവും ലായനിയും കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മളോട് ചോദ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദാ ശ്രദ്ധിച്ചോളുക. വേണ്ടേ, നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ചക്കപ്പശ, ടാറ് എന്നിവ പറ്റിപ്പിടിച്ചാൽ നീക്കം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗമാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. പഞ്ചസാര ലായനി ആലോചിക്കുക. പഞ്ചസാര ലായനി. അപ്പൊ എന്തൊക്കെ കാണും പഞ്ചസാര ലായനിയില്? പഞ്ചസാര ഉണ്ടായിരിക്കും, ജലവും രണ്ടും കൂടെ ചേർന്നല്ലേ പഞ്ചസാര ലായനി ഉണ്ടാവുക. ഓക്കെ, ഈ ജലത്തിനകത്തായിരിക്കത്തിലെ പഞ്ചസാര ലയിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ജലത്തിലോട്ട് ലയിച്ച ആളുടെ പേരെന്താണ്? പഞ്ചസാര. പഞ്ചസാരയാണ് ഇവിടുത്തെ ലയിക്കുന്ന വസ്തു. ലയിക്കുന്ന വസ്തു ഏതാണ്? പഞ്ചസാരയാണ്. അപ്പൊ പഞ്ചസാര നമുക്ക് എന്ത് വിളിക്കണം? ലീനം എന്ന് വിളിക്കണം. ഈ പഞ്ചസാര എന്തിലാണോ ലയിച്ചു ചേർന്നത്, എന്തിലാണ് ലയിച്ചു ചേർന്നത്? വെള്ളത്തിൽ. അത് ജലത്തിലാണ് ലയിച്ചു ചേർന്നത്. ആ ലയിച്ചു ചേരുന്ന വസ്തുവിനെ എന്ത് പറയണം നമുക്ക്? എന്തിലാണോ ലയിക്കുന്നത്, ലീനം എന്തിലാണോ ലയിക്കുന്നത് അതിനെ എന്ത് വിളിക്കണം? ലായകം. അപ്പൊ ജലം എന്താണ് ഇവിടെ? ലായകമാണ്. ഇനി അടുത്ത സോഡ. സോഡ എന്താണെന്ന് ഞാൻ 2 വട്ടം എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡയിൽ എന്തൊക്കെ ഉണ്ടാവും? പറഞ്ഞോ, സോഡയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? സോഡയ്ക്കകത്ത് പ്രധാനമായിട്ടും പറഞ്ഞോ, സോഡയ്ക്കകത്ത് ഇപ്പൊ നമ്മൾ പഠിച്ചുള്ളൂ. ആരൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പിന്നെ ആരുണ്ട്? ജലമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടെ ചേർന്നെയാണ് ഇത് സോഡ എന്ന് പറയുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതില് ജലത്തിനകത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ലയിക്കുകയല്ലേ ചെയ്തേ? ഓക്കെ, അപ്പോൾ ലയിക്കുന്ന വ്യക്തി ആരാണ്? ലയിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനാണ് ലയിച്ചു ചേരുന്നത്? ലയിച്ചു ചേരുന്നത് നമ്മുടെ ജലത്തിനകത്തുമാണ്. ഓക്കെ, അപ്പം ഇവിടെ ലീനമായിട്ട് എടുക്കേണ്ട ആരെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്തിലാണ് ലയിച്ചത്? യെസ്, നമ്മുടെ വെള്ളം, അതായത് ജലത്തിലാണ് ലയിച്ചത്. ഓക്കെ, ഇതാണ് ലീനവും ലായകവും. മറ്റൊന്ന് നമുക്ക് നോക്കാം. മറ്റൊന്ന് തുരിശ് ലായനി നോക്കാം. ഓക്കെ, തുരിശ് ലായനി. തുരിശ് ലായനി എടുക്കുകയാണെ. തുരിശ് ലായനി, തുരിശ് എന്താണെന്ന് നമുക്കറിയാം. എന്താ തുരിശ്? കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റ് ആണ് തുരിശ്. ഇവിടെ ലായനി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരുമുണ്ട്? ജലവും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ തുരിശ് എന്ന് പറയപ്പെടുന്നത് ഇവിടെ എന്തായിരിക്കും? ലീനമായിരിക്കും. തുരിശും ജലവും കൂടെ ചേർന്നാൽ തുരിശ് ലായനി കേട്ടോ. തുരിശും ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ആരും ഉണ്ടായിരിക്കും? ജലവും. തുരിശിനകത്ത് ആരൊക്കെ ഉണ്ട്? തുരിശും ഉണ്ട്, പിന്നെ ആരുമുണ്ട്? ജലവും അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തമ്മിൽ ചേർന്നെയാണ് ഇത് തുരിശ് ലായനി എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എന്തായിരിക്കും? നമ്മുടെ തുരിശ് എന്ന് പറയപ്പെടുന്നത് എന്തായിട്ട് വരും? ലീനമായിട്ട് വരും. എന്തിലാണ് ലയിച്ചത്? ജലത്തിലാണ് ലയിച്ചത്. ജലം എന്താണ്? ലായകമാണ്. ഓക്കെ, ഇനി അടുത്ത നമുക്കൊന്ന് എടുക്കാം. വിനാഗിരി ലായനി എടുക്കാം. എന്തെടുക്കാണ്? വിനാഗിരി. വിനാഗിരി എന്ന് വെച്ചാൽ നേർപ്പിച്ച വിനാഗിരിയാണ്, അതായത് ഡയലൂട്ട് വിനാഗിരി. അപ്പൊ എങ്ങനെ പറയാം? നേർപ്പിച്ച എന്ന് എഴുതാം. നേർപ്പിച്ച വിനാഗിരി. നേർപ്പിച്ചെന്ന് വെച്ചാൽ നന്നായി ജലം ചേർത്ത് നേർപ്പിച്ച വിനാഗിരി. ഓക്കെ, വിനാഗിരി എടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? നേർപ്പിച്ച വിനാഗിരിക്കകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? പറഞ്ഞോ. യെസ്, അതായത് നമ്മുടെ അസറ്റിക് ആസിഡ് ഉണ്ടായിരിക്കും. അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരി, അസറ്റിക് ആസിഡ് ഉണ്ട്. പിന്നെ ആരുണ്ട്? ജലമുണ്ട്. അസറ്റിക് ആസിഡും ജലവും കൂടെ ചേർന്നാലേ നേർപ്പിച്ച വിനാഗിരി ആവുകയുള്ളൂ. അപ്പൊ ഒന്ന് പറഞ്ഞു തന്നെ, ഇതിനകത്ത് ആരായിരിക്കും ഇവിടെ പ്രധാനമായിട്ട് നമ്മുടെ ലീനമായിട്ട് വരുന്നത്? ലീനമായിട്ട് വരുന്ന ആരാണ്? അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ്. ഓക്കെ, അസറ്റിക് ആസിഡ്. ഇനി ഇത് എന്തിലാണ് ലയിച്ചത്? ജലത്തിലാണ് ലയിച്ചത്. ജലം എന്തായിരിക്കും ഇവിടെ? ലായകമാണ്. നോക്കിയേ, കൂടുതലും എന്തിനകത്താണ് ലയിച്ചിരിക്കുന്നത്? പഞ്ചസാരയാണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും തുരിശാണെങ്കിലും അസറ്റിക് ആസിഡ് ആണെങ്കിലും എവിടെയാണ് ലയിച്ചിരിക്കുന്നത്? യെസ്, നമ്മുടെ ജലത്തിലാണ്. ജലത്തെ നോക്കിയേ, ജലം എന്ന് പറയപ്പെടുന്ന ലായകത്തിനടുത്താണ് ലയിച്ചിരിക്കുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. യെസ്, നമുക്ക് തിരിച്ചു വരാം. ഇവിടെ നമുക്ക് ആ 4 പേരെ ഒന്ന് ശരിക്കും നോക്കാം. അതായത് പഞ്ചസാര ലായനി, അത് ലീനം പഞ്ചസാര, ലായകം ജലമാണ്. സോഡ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ലീനമാണ്, ലായകം ജലമാണ്. തുരിശ് ലായനി എടുത്തു. തുരിശ് എന്ന് പറയപ്പെടുന്നതാണ് ലീനം, ജലം എന്ന് പറയപ്പെടുന്ന ആരാണ്? ലായകമാണ്. നേർപ്പിച്ച വിനാഗിരി. വിനാഗിരി അല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കാം നമുക്ക്? അസറ്റിക് ആസിഡ്. നമ്മൾ അതിൽ എഴുതിയത് അസറ്റിക് ആസിഡ്. ഈ അസറ്റിക് ആസിഡ് എന്ന് പറയപ്പെടുന്നത് ആണ് ലീനം. ജലം എന്ന് പറയപ്പെടുന്നത് എന്താണ്? ലായകമാണ്. അത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് വരാൻ പോവാണ്. ഇവിടെ നിന്ന് മനസ്സിലായ കാര്യം,
ഈ പറഞ്ഞ എല്ലാ പദാർത്ഥങ്ങളും എവിടെയാണ് ലയിച്ചിരിക്കുന്നത്? ജലത്തിലാണ് ലയിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നമുക്കൊരു പോയിന്റ് കിട്ടി. എന്താണ്? ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുകൂടെ നമുക്ക് നോക്കാം. ജലം എടുക്കാൻ പോവാണ്. ജലത്തിനകത്ത് ഈ തന്നിരിക്കുന്ന ലീനങ്ങളിൽ ആരൊക്കെ ലയിക്കുമെന്ന് നോക്കാം. പിന്നെ മണ്ണെണ്ണയിൽ ഇതിനകത്ത് ഏതൊക്കെ ലീനം ലയിക്കുമെന്ന് നോക്കാം. വെളിച്ചെണ്ണയിൽ ഇതൊക്കെ ലീനം ലയിക്കുമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ലീനമായിട്ട് പഞ്ചസാര എടുക്കാം. പഞ്ചസാര ജലത്തിൽ ലയിക്കുവോ ഇല്ലയോ? ലയിക്കും. അപ്പൊ തീർച്ചയായും ലയിക്കും. ഉപ്പ് ജലത്തിൽ ലയിക്കുവോ? തീർച്ചയായും ലയിക്കും. ലയിക്കുമല്ലോ, ലയിക്കും. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ജലത്തിൽ ലയിക്കുവോ ഇല്ലയോ? ലയിക്കും. ഓക്കെ, തുരിശ് ജലത്തിൽ ലയിക്കുവോ? ലയിക്കും. തീർച്ചയായിട്ടും ലയിക്കും. കർപ്പൂരം ജലത്തിൽ ലയിക്കുവോ? തീർച്ചയായിട്ടും ജലത്തിൽ ലയിക്കില്ല, അല്ലെ? ജലത്തിൽ ലയിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും കാര്യങ്ങൾ കിട്ടി. ഓക്കെ, കർപ്പൂരം നമ്മൾ സാധാ കർപ്പൂരത്തിന്റെ കാര്യം പറഞ്ഞേ. ഇനി അടുത്തത് മണ്ണെണ്ണ. മണ്ണെണ്ണ പഞ്ചസാര എന്ന് പറയപ്പെടുന്ന മണ്ണെണ്ണ. ഈ പഞ്ചസാര മണ്ണെണ്ണയിൽ ലയിച്ചു വരുവോ? ഇല്ല. ഉപ്പ് മണ്ണെണ്ണയിൽ ലയിക്കുവോ? ഇല്ല. അപ്പക്കാരം മണ്ണെണ്ണയിൽ ലയിക്കുവോ? ഇല്ല. തുരിശ് മണ്ണെണ്ണയിൽ ലയിക്കുവോ? ഇല്ല. കർപ്പൂരം മണ്ണെണ്ണയിൽ എന്ത് ചെയ്യും? ലയിക്കും. വെളിച്ചെണ്ണ അടുത്തത്. പഞ്ചസാര വെളിച്ചെണ്ണയിൽ ലയിക്കുവോ? ഇല്ല. ഉപ്പ് വെളിച്ചെണ്ണയിൽ ലയിക്കുവോ? ഇല്ല. അപ്പക്കാരം വെളിച്ചെണ്ണയിൽ ലയിക്കുവോ? ഇല്ല. തുരിശ് വെളിച്ചെണ്ണയിൽ ലയിക്കുവോ? ഇല്ല. പക്ഷെ കർപ്പൂരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? കർപ്പൂരം വെളിച്ചെണ്ണയിൽ എന്ത് ചെയ്യാറുണ്ട്? ലയിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്തെല്ലാം ശരിയാണോ നോക്കാം. ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടേ, ജലം കണ്ടോ, ജലത്തിലെ പഞ്ചസാര ലയിച്ചു, ഉപ്പ് ലയിച്ചു, അപ്പക്കാരം ലയിച്ചു, തുരിശ് ലയിച്ചു. കർപ്പൂരം ലയിച്ചോ? ഇല്ല. മണ്ണെണ്ണയിലോ? മണ്ണെണ്ണയില് പഞ്ചസാര ലയിച്ചില്ല, ഉപ്പ് ലയിച്ചില്ല, അപ്പക്കാരം ലയിച്ചില്ല, തുരിശ് ലയിച്ചില്ല, പക്ഷെ കർപ്പൂരം ലയിച്ചു. ഓക്കെ, വെളിച്ചെണ്ണയിലോ? വെളിച്ചെണ്ണയിൽ പഞ്ചസാര ലയിച്ചില്ല, ഉപ്പ് ലയിച്ചില്ല, അപ്പക്കാരം ലയിച്ചില്ല, തുരിശ് ലയിച്ചില്ല, പക്ഷെ ആര് ലയിച്ചു? കർപ്പൂരം ലയിച്ചു. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് എന്താ മനസ്സിലായെന്ന് പറയാം. ശ്രദ്ധിച്ചോളുക. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ നമുക്ക് എന്ത് വിളിക്കാം? സാർവിക ലായകം. നോക്കിയേ, ഏറ്റവും കൂടുതൽ വസ്തുക്കളെ ലയിപ്പിച്ചിരിക്കുന്ന ആരാ? ജലമാണ്. ഓക്കെ, എല്ലാ വസ്തുക്കളെ എന്ന് പറഞ്ഞിട്ടില്ല, കൂടുതൽ വസ്തുക്കളെ. ഏറ്റവും കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവാർക്കുണ്ട്? നമ്മുടെ ജലത്തിനുണ്ട്. അതുകൊണ്ട് ജലത്തെ എന്ത് വിളിക്കാം? സാർവിക ലായകം, അതായത് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കാം. കേട്ടോ, യൂണിവേഴ്സൽ സോൾവെന്റ്, അതായത് സാർവിക ലായകം എന്ന് വിളിക്കാം. ഇനി ഒരു പേരൂടെ പഠിച്ചു വെച്ചോ. പ്രമാണലായകം എന്ന് വിളിക്കും. പ്രമാണലായകം, ഇങ്ങനെ ഒരു പേര് കൂടി ഉണ്ട് കേട്ടോ. പ്രമാണലായകം. ഓക്കെ, അപൂർവ ലായകം ഒന്നും ജലത്തെ വിളിക്കാറുണ്ട് കേട്ടോ. അപൂർവ ലായകം ഒന്നും വിളിക്കാറുണ്ട്. ഓർത്ത് വെച്ചേക്കണം, സാർവിക ലായകം, പ്രമാണലായകം, അപൂർവ ലായകം എന്നൊക്കെ ജലത്തെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജലമാണ് ഏറ്റവും കൂടുതൽ പദാർത്ഥങ്ങളെ എന്ത് ചെയ്യാറുള്ളത്? ലയിപ്പിക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ പദാർത്ഥങ്ങളെ എന്ത് ചെയ്യാറുണ്ട്? ലയിപ്പിക്കാറുണ്ട്. ഓക്കെ, അതാണ് നമ്മളിവിടെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. ഏറ്റവും കൂടുതൽ പദാർത്ഥങ്ങളെ ആരാണ് ലയിപ്പിച്ചിരിക്കുന്നത്? ജലമാണ് ലയിപ്പിച്ചിരിക്കുന്നത്. അവിടെ ജലത്തെ എന്ത് വിളിക്കാം? യൂണിവേഴ്സൽ സോൾവെന്റ്, സാർവിക ലായകം അല്ലെങ്കിൽ സാർവത്രിക ലായകം എന്ന് വിളിക്കാം. ക്ലിയർ അല്ലയോ? ആണ്. ഇനി നമുക്ക് ജലം നമ്മുടെ ചുറ്റുപാടും പല രൂപത്തിൽ കാണപ്പെടുന്നില്ലേ? ഇനി അതിലേക്ക് വരാം. ജലം നമ്മുടെ ചുറ്റുപാടും പല രൂപത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ജലം നമ്മുടെ ചുറ്റുപാടും സാധാരണ നോക്കുമ്പോൾ ഏത് രൂപത്തിലാണ് കാണപ്പെടുന്നത്? സാധാരണ നോക്കുമ്പോൾ ഏത് രൂപത്തിലാണ്? ദ്രാവക അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സാധാരണ ഏത് അവസ്ഥയിലാണ്? ദ്രാവക അവസ്ഥയിൽ. നിങ്ങൾ ആ ദ്രാവക അവസ്ഥയിലേക്ക് ആ ജലത്തെ കുറച്ചു നേരം ഒരു ഐസ് ട്രേ എടുത്തിട്ട്, ട്രേക്കകത്ത് എടുത്തിട്ട്, അല്ലെങ്കിൽ ഗ്ലാസ്സിനകത്ത് എടുത്തിട്ട് കുറച്ചു നേരം ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക. എന്ത് സംഭവിക്കും? യെസ്, അതങ്ങ് ദ്രാവക അവസ്ഥയിൽ നിന്നും അടുത്ത അവസ്ഥയിലേക്ക് മാറും, ഖരാവസ്ഥയിലേക്ക് മാറും, ഇല്ലേ? യെസ്, അപ്പൊ ജലത്തിന്റെ ഖരാവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഐസ്. ജലത്തിന്റെ ഖരാവസ്ഥ എന്ത് വിളിക്കും? ഐസ് എന്ന് വിളിക്കും. അപ്പൊ സാധാരണ അവസ്ഥയിൽ കാണപ്പെടുന്നത് ദ്രാവകമാണ്. അതിനുശേഷം എന്താണ്? ജലത്തിന്റെ ഖരാവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? ഐസ്. ഈ ഐസിന് വല്ല ഉപയോഗമുണ്ടോ? ഐസിന് നിരവധി ഉപയോഗമുണ്ട്. ഓക്കെ, അതുപോലെ ഐസ് പുറത്തു വെച്ചാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ഐസിന്റെ ഉപയോഗത്തിലേക്ക് വരാം. ഐസിന്റെ ഉപയോഗമാണ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ ഇരിക്കാൻ. ഫ്രിഡ്ജിനകത്ത് നമ്മൾ വസ്തുക്കൾ കൊണ്ടുവച്ച് കേടുകൂടാതെ ഇരുത്തത്തില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഐസിന്റെ ഒരു ഉപയോഗമാണ് ഭക്ഷ്യവസ്തുക്കൾ എന്താണ് കേടുകൂടാതെ ഇരിക്കുക എന്ന് പറയുന്നത്. ഐസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗമാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തൊരു ഉപയോഗത്തിലേക്ക് വരാം.
നമ്മൾ ചികിത്സാ രംഗത്ത് ആരെ ഉപയോഗിക്കുന്നുണ്ട്? ഐസിനെ ഉപയോഗിക്കുന്നുണ്ട്, ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് വേദന, അണുബാധ, നീർക്കെട്ട് എന്നിവ കുറയ്ക്കാൻ ആര് സഹായിക്കാറുണ്ട്? ഐസ് സഹായിക്കാറുണ്ട്. ഓർത്ത് വെച്ചേക്ക, വേദന, അണുബാധ, നീർക്കെട്ട് തുടങ്ങിയവയൊക്കെ എന്താണ്? അവയൊക്കെ എന്താണ്? കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ആര്? ഐസ് എന്ന് പറയുന്നത്. അപ്പൊ ഐസ് നമ്മൾ ചികിത്സാ രംഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഐസ് നമ്മൾ നമ്മുടെ സ്പോർട്സുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഐസ് നമ്മൾ സ്പോർട്സ് മേഖലയിൽ യൂസ് ചെയ്യുന്നുണ്ട്, കായിക രംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്ട് സ്കേറ്റിംഗ്, ഐസ് ഹോക്കി, പിന്നെ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. സ്കേറ്റിംഗ് ഉണ്ട്, പിന്നെ ഐസ് ഹോക്കി ഒക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? ഐസ് ഹോക്കി എന്നല്ല കേട്ടോ, ഐസ് ഹോക്കി എന്നിവയ്ക്ക് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഐസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്പോർട്സ് മേഖലയിലും ആരെ യൂസ് ചെയ്യുന്നുണ്ട്? ഐസ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത്, ഐസ് ഉപയോഗിച്ച് ആർട്ട് വർക്കുകൾ ചെയ്യാറുണ്ട്. ഒരുപാട് ആർട്ടുകളൊക്കെ ഐസ് ഉപയോഗിച്ച് നിർമ്മിക്കാറുണ്ട്. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ അത്രയും ടെമ്പറേച്ചറിന്റെ കുറച്ച് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്, ഓർത്ത് വെച്ചേക്കണേ. ഇനി അടുത്തത്, പാനീയങ്ങൾ തണുപ്പിച്ച് ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? നമ്മൾ എന്താണ്, തണുത്ത ജലം കുടിക്കാറില്ലേ? തണുത്ത പാനീയങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാറില്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഐസ് എന്ന് പറയപ്പെടുന്നത് പാനീയങ്ങളൊക്കെ തണുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മരുന്ന് കേടാവാതിരിക്കാൻ ചില മരുന്നുകളൊക്കെ നമ്മൾ തണുപ്പുള്ള ഭാഗങ്ങളിൽ, അതായത് ഐസിൽ കൊണ്ടുവന്ന് വെക്കാറില്ലേ? വെക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മരുന്നുകൾ കേടാവാതിരിക്കാൻ നമ്മൾ ഐസ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഐസിൽ ഉപയോഗങ്ങൾ കണ്ടില്ലേ? ഭക്ഷ്യവസ്തുക്കൾ കേടാവാതിരിക്കാൻ, ചികിത്സാ രംഗത്ത്, സ്പോർട്സ് മേഖലയിൽ, പിന്നെന്താണ് നമ്മൾ പറഞ്ഞ ആർട്ട് വർക്കുകൾ, അതായത് കലാരംഗത്ത്, പിന്നെന്താണ് പാനീയങ്ങൾ തണുപ്പിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, മരുന്നുകൾ കേടുകൂടാതിരിക്കാൻ വേണ്ടി ഒക്കെയും നമ്മൾ ആരെ യൂസ് ചെയ്യുന്നു? ഐസിനെ യൂസ് ചെയ്യുന്നു. വേദന, അണുബാധ, നീർക്കെട്ട് തുടങ്ങിയവയൊക്കെ കുറയ്ക്കുവാനാണ് ചികിത്സാ രംഗത്ത് ആരെ യൂസ് ചെയ്യുന്നത്? ഐസിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണ്. ഐസിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി ഐസ് എന്ന് പറയപ്പെടുന്നത് നമുക്കറിവുള്ള കാര്യമാണ്. കുറച്ചു നേരം പുറത്തേക്ക് തുറന്നു വെക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക? പഠിച്ചാലോ? പഠിക്കാം. ഐസ് അല്പസമയം പുറത്ത് തുറന്നു വെച്ചാൽ എന്ത് സംഭവിക്കും? എന്താണ് കാരണം? നിങ്ങൾ തന്നെ ചിന്തിച്ചേ. ഐസിനെ എടുത്ത് കുറച്ചു നേരം നിങ്ങൾ പുറത്തോട്ട് വെച്ചാൽ എന്തെങ്കിലും അലിഞ്ഞങ്ങ് പോകും. ഓക്കെയാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ഐസ് ഉരുകി വെള്ളമായിട്ട് മാറുന്നു. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഐസ് താപോർജം, റൂം ടെമ്പറേച്ചർ ഉണ്ടല്ലോ. ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ടെമ്പറേച്ചർ അതിലും കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലും കൂടിയ ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യും? ഉരുകും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഐസ് എന്താ സ്വീകരിക്കുന്നത്? താപോർജം സ്വീകരിച്ച് ജലമായിട്ട് മാറുന്നു കേട്ടോ. താപോർജം സ്വീകരിക്കാനുള്ള കഴിവ് കൂടി ആർക്കുണ്ട്? നമ്മുടെ ഐസിനുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഐസ് ഉരുകി വെള്ളമായി മാറുന്നു. പിന്നെന്താ സംഭവിക്കുന്നത്? ഐസ് താപോർജം സ്വീകരിച്ച് ജലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഐസുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ സന്ദർഭങ്ങളിൽ ഐസിന് വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ നോക്കാം. അതിലൊന്നാണ്, വിവിധ സന്ദർഭങ്ങളിൽ ഐസിന് വരുന്ന മാറ്റങ്ങൾക്കായിട്ട് നമുക്ക് ഐസിന്റെ കട്ടകൾ എടുക്കാം. പാത്രം, അടപ്പ്, സ്റ്റൗവ്, ബർണർ ഒക്കെ എടുത്തിട്ട് പരീക്ഷണം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഐസ് കട്ട എടുക്കുകയാണ്. ഒരു പാത്രം എടുക്കുകയാണ്. പാത്രത്തിനകത്ത് നമ്മൾ കുറച്ചു നേരം എടുത്ത് വെക്കുന്നു. ഓക്കെ, എടുത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ എന്തെയും അലിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഐസ് കട്ട എടുത്ത ശേഷം നമ്മൾ സ്റ്റൗ അല്ലെങ്കിൽ ബർണർ ഓൺ ചെയ്യുകയാണ്. എന്നിട്ട് അതിലോട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ഉരുകും. ഓക്കെ, നമ്മൾ പാത്രത്തിൽ ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി താമസിച്ച് ഉരുകത്തുള്ളൂ. പക്ഷേ നമ്മൾ നല്ല സ്റ്റൗ നന്നായിട്ട് സ്റ്റൗവിൽ നമ്മൾ നന്നായിട്ട് വെച്ചൊന്ന് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാറുണ്ട്? അതങ്ങ് ജലമായിട്ട് മാറാറുണ്ട്. ഇലയുടെ കൊണ്ടാണ്. അപ്പൊ പെട്ടെന്ന് താപത്തെ സ്വീകരിക്കുന്ന സന്ദർഭമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം ഐസ് നന്നായിട്ട് ആരെ സ്വീകരിക്കുന്നു? താപോർജത്തെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? പോകുന്നു. ഇനി നമുക്ക് ആ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ബാഷ്പമാവുന്ന കാര്യമാണ് പറയുന്നത്. നമ്മൾ സ്റ്റൗ ഒക്കെ എടുത്ത കാര്യം ഓർമ്മയുണ്ടല്ലോ. കുറച്ചു നേരം നമുക്ക് ഐസ് ഉരുകി വെള്ളമായിട്ട് മാറി. കുറച്ചു നേരം കൂടെ ചൂടാക്കാം. എന്ത് സംഭവിക്കും? കുറേ നേരം ചൂടാക്കി കഴിയുമ്പോൾ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ അത് തിളയ്ക്കും. തിളക്കത്തില്ലേ? തിളയ്ക്കും. 100 ഡിഗ്രി സെൽഷ്യസിന് ശേഷം കുറച്ചു നേരം കൂടെ നമ്മൾ ചൂടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ടാണ് മാറുന്നത്? മുഴുവൻ ബാഷ്പമായി പൊക്കോണ്ടേ ഇരിക്കുകയായിരിക്കും. മുകളിലേക്ക് ഇങ്ങനെ ബാഷ്പം, നീരാവിയായിട്ട് ജലം എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ജലം വാതകാവസ്ഥയിലേക്ക് മാറിയില്ലേ? മാറി. അതായത് നീരാവിയായിട്ട് മാറുന്നില്ലേ? മാറുന്നുണ്ട്. അപ്പൊ ഓർത്ത് വെച്ചേക്കാം. ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായിട്ട് ഉയരുന്ന കണ്ടില്ലേ? കണ്ടു നമ്മള്. ഇനി ഒരു
നനഞ്ഞ തുണി എടുക്കാം. ഓക്കെ, നനഞ്ഞ തുണിയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് വെയിലത്തിടുകയാണ്. അത് ഉണങ്ങി വരത്തില്ലേ? വരും. അപ്പൊ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ നനഞ്ഞ തുണി നമ്മൾ വെയിലത്ത് കൊണ്ടിടുമ്പോൾ ആ വെയിലെന്ന് പറയപ്പെടുന്ന ചൂടാണല്ലോ, ആ ചൂട് എന്ത് ചെയ്യാണ്? അതിലെ വെള്ളത്തെ മുഴുവൻ ആഗിരണം ചെയ്യുക, അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അല്ലേ? യെസ്. അപ്പം താപം ആ ജലത്തെ മുഴുവനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? വലിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് വസ്ത്രങ്ങൾ ഉണങ്ങി വരാറുള്ളത്. അപ്പൊ നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്താണ് സംഭവിച്ചത്? അതും നീരാവിയായിട്ട് പോവുകയാണ് ചെയ്തത്. അതും എന്ത് ചെയ്തിരിക്കുന്നു? നീരാവിയായിട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം ഒന്ന് ക്രോഡീകരിച്ചെടുക്കാം. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോണേ, ചിലപ്പോൾ വ്യാപനമൊക്കെ മനസ്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു വെച്ചേക്കാം. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന്, ദ്രാവകം വെള്ളം ചൂടാക്കുന്നതായിട്ട് മനസ്സിലാക്കുക, അതിന്റെ ഉപരിതലത്തിൽ നിന്ന് ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ, ചെറുകണികകൾ വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്നാണ് പറയുന്നത്. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ എന്ത് പറയും? ബാഷ്പീകരണം എന്ന് പറയും. ഓക്കെ, ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. പാത്രത്തിനകത്ത് നമ്മൾ ഐസ് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറെ സമയം എടുത്തിട്ടാണ് എന്ത് ചെയ്തത്? അത് ഉരുകി മാറിയത്. പക്ഷെ നമ്മൾ ചൂടാക്കിയപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് ഐസങ്ങ് ഉരുകിയില്ലേ? അത് ഓർത്ത് വെച്ചേക്കുക. ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. നമ്മൾ ചുമ്മാതെ എടുത്ത് വെച്ചപ്പോഴും ബാഷ്പീകരണം സംഭവിച്ചു, ചൂടാക്കിയപ്പോഴും എന്ത് സംഭവിച്ചു? ബാഷ്പീകരണം സംഭവിച്ചു. വെയിലത്തുകൊണ്ടും തുണി ഇട്ടപ്പോഴും എന്ത് സംഭവിച്ചു? ബാഷ്പീകരണം സംഭവിച്ചില്ലേ? അതെ. അപ്പോൾ ബാഷ്പീകരണം ഏത് താപനിലയിലും എന്ത് ചെയ്യുന്നുണ്ട്? സംഭവിക്കുന്നുണ്ട്. പിന്നെ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ഏത്? ജലം. ഓക്കെ, അപ്പൊ നമ്മൾ ഖരാവസ്ഥ പഠിച്ചു, അതിനുശേഷം ദ്രാവകാവസ്ഥ പഠിച്ചു, അതുപോലെ തന്നെ എന്തും പഠിച്ചു? വാതകാവസ്ഥ പഠിച്ചു. അപ്പോൾ 3 അവസ്ഥയിലും നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നുണ്ട്? ജലത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും ആരെ കാണാൻ സാധിക്കുന്നുണ്ട്? ജലത്തെ കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഏക പദാർത്ഥമാണ് ഏത്? ജലം എന്ന് പറയുന്നത്. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം. ഖരം എന്ന് വെച്ചാൽ സോളിഡ് സ്റ്റേറ്റ് ആണ്, ദ്രാവകം ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, വാതകം ഗ്യാസിയസ് സ്റ്റേറ്റ് ആണ്. ഈ 3 അവസ്ഥകളിലും, ഈ 3 സ്റ്റേറ്റിലും നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നുണ്ട്? വാട്ടറിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്ന ഏക പദാർത്ഥം, ഓൺലി സബ്സ്റ്റൻസ് ഏതാണ്? വാട്ടർ മാത്രമാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരാം. ഇവിടെ വരെ ക്ലിയർ ആണെന്ന് കരുതുന്നു. വേപ്പറൈസേഷൻ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണം. ബാഷ്പീകരണം ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് എന്ത് പറയുന്നു? ബാഷ്പീകരണം. പെട്ടെന്നുള്ള വായനയിൽ പരളെ മനസ്സിലേക്ക് ഇനി വ്യാപനമാണോ ഡിഫ്യൂഷൻ ആണോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കത്തില്ല. അങ്ങനെയൊന്നും വരരുതേ. അത് വരാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നു, ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ എന്താണ്? ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബാഷ്പീകരണം എന്ന് പറയുന്നത്. കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക, ബാഷ്പീകരണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത ജലനിരപ്പിലേക്ക് വരാം. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ കിണറിലും ഒരേ നിരപ്പിലാണോ ജലം കാണപ്പെടുന്നത്? ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി ഭൂമിക്കടിയിലുള്ള ഭൂഗർഭ ജലത്തിന്റെ അളവ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുമോ? ഓക്കെ, അതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ കെട്ടിട നിർമ്മാണത്തിന് വരുമ്പോൾ അവരാണെങ്കിൽ ഒരു എന്താണ് നമ്മുടെ ഒരു ട്യൂബ് കൊണ്ടുവരത്തില്ലേ? ഒരു ട്യൂബ് കൊണ്ടുവന്ന ശേഷം ആ ട്യൂബ് ഇട്ട ശേഷം ജലത്തിന്റെ ആ ഒരു ലെവല്, അതായത് വാട്ടർ ലെവൽ നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സോ നമുക്ക് അതിലേക്ക് പോകാം. വാട്ടർ ലെവൽ നോക്കാൻ പോവാണ്. അപ്പോൾ കെട്ടിട നിർമ്മാണത്തിനായി ലെവൽ ട്യൂബിൽ ജലം നിറച്ച് അളവെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു മേഖലയിലേക്കാണ് പോകുന്നത്. അതിൽ നിന്ന് ഒറ്റ പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. അയ്യോ, നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ ഉള്ള കാര്യം ഇവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് വായിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമേ. അപ്പൊ നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലബാഷ്പത്തിന് അല്ലെങ്കിൽ ജലാംശത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു വെച്ചേക്കാം. ചൂടാകുമ്പോൾ ജലം ബാഷ്പമായി ഉയരുന്നു, നനഞ്ഞ തുണി എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഉണങ്ങുന്നു. അതുപോലെ തുണിയിലെ ജലാംശം ബാഷ്പമായിട്ട് ഉയരുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായിട്ട് ഉയരുന്നു, നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശം ബാഷ്പമായിട്ട് ഉയരുകയാണ് ചെയ്യുന്നത്. ജലാംശം മുഴുവൻ ബാഷ്പീകരിക്കപ്പെടുന്നത് വരെ ഈ പ്രക്രിയ തുടരുന്നു. അങ്ങനെ തുണി ഉണങ്ങുന്നു. ഒക്കെ ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ചൂടാക്കുമ്പോൾ തുണി നമ്മൾ കൊണ്ടുവന്ന് വെയിലത്തിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിലെ ജലാംശം ബാഷ്പമായിട്ട് മുകളിലേക്ക് ഉയരുന്നു. അപ്പൊ നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശം ബാഷ്പമായിട്ട് എന്ത് ചെയ്യാണ്? മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജലാംശം മുഴുവൻ ആ തുണിയിൽ നിന്ന് പോകുന്നത് വരെ ഇങ്ങനെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ തുണികൾ എന്ത് ചെയ്യുന്നത്? ഉണങ്ങി നമുക്ക് ലഭിക്കാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിൽ എന്ത് ചെയ്യാറുണ്ട്? കിണറുകളിലെ ജലനിരപ്പ് കുറയുന്നതായിട്ട് കണ്ടിട്ടില്ലേടെ? നമ്മുടെ ചുറ്റുപാട് വലിയൊരു ഒരു കുളം ഉണ്ടെന്ന് വിചാരിക്കുക.
അപ്പോൾ കുളത്തിലെ അതേ ജലത്തിന്റെ ലെവൽ തന്നെയായിരിക്കും നമ്മുടെ കിണറ്റിലുള്ള ജലത്തിന്റെ ലെവൽ തന്നെ. ഈ പറയുന്ന കുളം അങ്ങ് വറ്റുകയാണ്. കുളം വറ്റി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കിണറ്റിലെ ജലത്തിന്റെ അളവും കുറയുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇനി വ്യവസായശാലകൾ നിയന്ത്രണമില്ലാതെ ജലം എടുത്തു കഴിഞ്ഞാൽ ആ പ്രദേശത്തിലെ കിണറ്റുകളിലൊക്കെ വെള്ളത്തിന്റെ അംശം, വെള്ളത്തിന്റെ ലെവൽ കുറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭയങ്കരമായിട്ട് ഭൂഗർഭജലം വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ആ കിണറുകളൊക്കെ വറ്റിപ്പോകുന്നതായിട്ടൊക്കെ നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരിക്കും, ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പഠിക്കാനുണ്ട്. വിധാനം പാലിക്കുന്നു എന്ന ജലത്തിന്റെ ഒരു സവിശേഷതയാണ് ലെവൽ, വാട്ടർ ലെവൽ എന്നാണ് ഇനി പറയുന്നത്. വിധാനം എന്ന് വെച്ചാൽ ലെവൽ. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിന്റെ ഒരു സവിശേഷതയാണ്. അപ്പൊ ജലവുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെന്റ് വീഴാം. ജലവുമായി ബന്ധപ്പെട്ട് ജലം വിധാനം പാലിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ ആലോചിക്കണം, ശരിയാണ്, വാട്ടർ ലെവല് പാലിക്കുന്ന ആളാണ് ആര്? ജലം. എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ നിർത്തുക എന്നുള്ളത് ജലത്തിന്റെ ഒരു സവിശേഷതയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ്. വിധാനം പാലിക്കുന്നു എന്ന് ജലത്തിന്റെ എന്താണ്? ഒരു സവിശേഷതയാണ്. മറക്കല്ല കേട്ടോ. വിധാനം പാലിക്കുന്നു എന്ന് ജലത്തിന്റെ എന്താണ്? സവിശേഷതയാണ്. ക്ലിയർ ആയില്ലേ? യെസ്, ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. ഇനി നമുക്കറിയാം, ചൂട് വഹിക്കാൻ ജലത്തിനുള്ള കഴിവ് പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്നു. എന്തെല്ലാമാണവ? നമ്മളിപ്പോൾ തുണി ഉണങ്ങുന്ന കാര്യം പറഞ്ഞു, അതോടൊപ്പം തന്നെ ഐസ് ഉരുകുന്ന കാര്യം പറഞ്ഞു. ഇതൊക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ജലത്തിന് താപം വഹിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ? അപ്പോൾ അത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ നമ്മൾ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നു നോക്കിയാലോ? നോക്കാം. അപ്പൊ ചൂട് വഹിക്കാൻ ജലത്തിനുള്ള കഴിവ് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? അരി വേവിക്കുന്നു. നമ്മുടെ വീട്ടിൽ അരി വേവിക്കുന്നത് ഏത് പ്രോസസ്സ്, ഏത് രീതിയിലാണ്? തീർച്ചയായിട്ടും ജലത്തെ നമ്മൾ തിളപ്പിച്ചിട്ട്, ജലം എന്ന് പറയപ്പെടുന്ന ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അരി ഇടുകയല്ലേ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അത് അതിനുള്ളിൽ കിടന്ന് വേവുകയല്ലേ ചെയ്യുന്നത്. അതെ. അപ്പൊ അരി വേവിക്കുന്നതിന് എന്താണ്? ജലം ചൂടാവേണ്ടതായിട്ടുണ്ട് അല്ലെ? ജലം ചൂടാവേണ്ടതായിട്ടുണ്ട്. അപ്പം ചൂട് വഹിക്കാനുള്ള ജലത്തിന്റെ കഴിവ് അരി വേവുന്നതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചോളുക. ഇനി ചികിത്സാ രംഗത്ത് ഒരു പനി പിടിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ അവർ ആദ്യം പറയുന്ന കാര്യം എന്തായിരിക്കും? ഒന്ന് ആവി പിടിക്കൂ എന്നല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും അതെ. അപ്പോൾ മെയിനായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടർമാരും നമ്മളോട് പറയുന്നതാണ് ആവി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആവി പിടിക്കുക എന്ന് പറയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ചൂട് വഹിക്കാനുള്ള ജലത്തിന്റെ കഴിവല്ലേ അവിടെ നിങ്ങൾ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും അതെ. ഇനി വേദന കുറയ്ക്കാൻ, ഓക്കെ, നിങ്ങൾ ഹോട്ട് ബാഗുകളൊക്കെ യൂസ് ചെയ്യാറില്ലേ? അത് ആലോചിച്ചാലും മതി. അല്ലെങ്കിൽ എന്താണ്? വേദന കുറയ്ക്കാൻ വേണ്ടി, പേശികളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂട് വഹിക്കുന്ന ജലത്തിനുള്ള കഴിവ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി അടുത്തത് വ്യാവസായിക രംഗത്ത്, അതായത് പ്രധാനമായിട്ടും ഡിസ്റ്റിലേഷൻ, അണുവിമുക്തമാക്കൽ, രാസപ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ സ്വേദനം എന്നാണ്. അതായത് മലിനജലത്തിൽ നിന്ന് ശുദ്ധജലത്തെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഡിസ്റ്റിലേഷൻ. ഏറ്റവും പ്യൂർ വാട്ടർ ലഭിക്കുന്നത് ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഏറ്റവും പ്യൂർ ആയിട്ടുള്ള വാട്ടർ. ആ വാട്ടറിന്റെ pH എപ്പോഴും 7 ആയിരിക്കും. ഓക്കെ, ഏറ്റവും ശുദ്ധമായ വാട്ടർ എന്ന് ചോദിച്ചാൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, പിന്നെ അണുവിമുക്തമാക്കാൻ വേണ്ടി ഒക്കെ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? സൂചിയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നു. ഓരോ സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വെള്ളം ചൂടാക്കിയിട്ട് ആ ചൂടുവെള്ളത്തിലേക്ക് ഇടുന്ന കണ്ടിട്ടില്ലേ? യെസ്, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ രാസപ്രവർത്തനങ്ങൾ ചെയ്യാനും ഒക്കെ ആരെ ആവശ്യമുണ്ട്? ഈ ജലത്തിന്റെ ചൂട് വഹിക്കാനുള്ള കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വൈദ്യുതി നിർമ്മാണം, ഓക്കെ, അപ്പൊ നീരാവി ഉപയോഗിച്ച് ടർബൈനുകൾ കറക്കുന്ന ഒരു രീതി നമുക്കുണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതി ആലോചിക്കുമ്പോൾ എന്താണ്? വൈദ്യുത നിർമ്മാണ മേഖലയിൽ നമുക്ക് ജലത്തിന്റെ ചൂട് വഹിക്കാനുള്ള കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അടുത്താണ് സ്റ്റീം എഞ്ചിനുകൾ. സ്റ്റീം എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരിക്കണം? യെസ്, ജലത്തിന്റെ ചൂട് വഹിക്കാനുള്ള കഴിവ് തന്നെയാണ് അവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പം ജലത്തിന് ചൂട് വഹിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അല്ലെ? മെയിൻ അരി വേവിക്കുന്നുണ്ട് നമ്മളല്ലേ, അത് തന്നെയാണ് മെയിൻ കാര്യം. ചികിത്സാ രംഗത്ത് ആവി പിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, വ്യവസായിക രംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്? വൈദ്യുത നിർമ്മാണം അല്ലെ? ഈ ഒരു ക്ലാസ് ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യുതി ആവശ്യമാണ്. അപ്പൊ വൈദ്യുത നിർമ്മാണം, പിന്നെന്താണ്? സ്റ്റീം എഞ്ചിനുകളൊക്കെ പ്രവർത്തിക്കണം. പിന്നെ എല്ലാം ആരെ ആവശ്യമാണ്? ജലത്തെ ആവശ്യമാണ്. ഏത് രീതിയിൽ? ജലത്തിന്റെ താപം വഹിക്കാനുള്ള കഴിവാണ് നമ്മളിവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? യെസ്, പോവാണ് മുന്നോട്ട്. ഇനി അടുത്തിലേക്ക് വരാം. ഇനി വെള്ളത്തെ അപ്പൊ സംരക്ഷിക്കേണ്ടേ? ഇത്രയധികം പ്രയോജനമുള്ള വെള്ളത്തെ സംരക്ഷിക്കണമെന്ന് നമുക്ക് തോന്നിയില്ലേ? യെസ്, വെള്ളത്തെ സംരക്ഷിക്കണം. വെള്ളം പ്രധാനമായിട്ട് നമുക്ക് മഴയുടെ രൂപത്തിലാണ് ലഭിക്കാറുള്ളത് അല്ലെ? അപ്പൊ മഴയായിട്ട് നമുക്ക് പ്രധാനമായും വെള്ളം ലഭിക്കുമ്പോൾ അത് നമുക്ക് ഏത് രീതിയിൽ സംഭരിക്കാം? മഴവെള്ള സംഭരണി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംഭരിച്ചെടുക്കാൻ സാധിക്കും ഇല്ലേ? പിന്നെ തടയണകൾ നിർമ്മിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംഭരിക്കാൻ പറ്റും. കയ്യാലകൾ നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സംഭരിക്കാൻ പറ്റും. പിന്നെ കിണർ റീചാർജിങ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കാറുണ്ട്?
വെള്ളത്തെ സംഭരിക്കാൻ പറ്റാറുണ്ട്. അപ്പൊ മഴ മൂലമാണ് നമുക്ക് പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ജലം ലഭിക്കുന്നത്. മഴ മൂലം മാത്രമാണ് നമുക്ക് വെള്ളം ലഭിക്കാറുള്ളത്, അല്ലെ? അപ്പൊ മഴ മൂലം വെള്ളം ലഭിക്കുമ്പോൾ അത് നമ്മൾ സംഭരിക്കേണ്ട ആവശ്യകത നമുക്കുണ്ട്. അതിന് മഴവെള്ള സംഭരണി യൂസ് ചെയ്യാം, തടയണ യൂസ് ചെയ്യാം, കയ്യാലകൾ നിർമ്മിക്കപ്പെടാം, കിണർ റീചാർജിങ് ചെയ്യാം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വെള്ളത്തെ സംഭരിക്കാം. അപ്പൊ മഴ എന്താണെന്ന് നോക്കണം. അതോടൊപ്പം എന്തൊക്കെ ഇനി ഉള്ള മാർഗങ്ങൾ എന്നൂടെ നോക്കിയാലോ? യെസ്, നോക്കാം. മഴ ഉണ്ടാകുന്നത് എങ്ങനെയാ? യെസ്, ജലാശയങ്ങളിലെയും സസ്യങ്ങളുടെയും സസ്യങ്ങളിലും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഓർത്ത് വെച്ചേക്ക, ജലാശയങ്ങളിലെയും പിന്നെ എന്താണ്, ജലാശയങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ജലം ഉണ്ടല്ലോ, ആ ജലം പിന്നെ സസ്യങ്ങളിലൊക്കെ ഉള്ള ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തുന്നു. ആ നീരാവി തണുത്ത മേഘം തണുത്ത മഴയായിട്ട് മാറുകയാണ്. അങ്ങനെയാ മഴ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഇനി ആ മഴ മൂലം ലഭിക്കുന്ന വെള്ളത്തെ സംഭരിക്കുക, അതിനുവേണ്ടി എന്ത് ചെയ്തു നമ്മള്? മഴവെള്ള സംഭരണി, തടയണ, കയ്യാല, കിണർ റീചാർജിങ് എന്നിവ ചെയ്തു. ഇനി മറ്റു മാർഗങ്ങളിലൊന്നാണ് മഴക്കുഴി നിർമ്മിക്കുക. ചെയ്യാൻ പറ്റില്ലേ? പറ്റും. തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി, ഇങ്ങനെ ചരിച്ച് കൃഷി ചെയ്യത്തില്ലേ? അപ്പൊ തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമിയും മഴവെള്ളത്തെ സംഭരിക്കാനുള്ള ഒരു മാർഗമാണ്. ഓരോ തട്ടിൽ നന്നായിട്ട് എന്ത് ചെയ്യും? വെള്ളം നിറഞ്ഞിട്ടായിരിക്കും അടുത്ത തട്ടിലോട്ട് പോവുക. അങ്ങനെ അത് ഏറ്റവും താഴെ എത്തുമ്പോഴത്തേക്കും കുറേ വെള്ളത്തെ സംഭരിച്ചു വെക്കും. അപ്പം തട്ടുകളാക്കിയ ചെരിഞ്ഞ ഭൂമിയും മഴവെള്ള സംഭരണം ആണ്. പിന്നെ തടമെടുക്കൽ. നമുക്കറിയാം, മഴക്കാലം ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളിൽ ഒന്നാണ് എന്ത്? നമ്മുടെ വീടുകളിലുള്ള എല്ലാ തെങ്ങുകൾക്കും തടമെടുക്കുക, അല്ലെ? അപ്പൊ അത് ചെയ്യുന്ന എന്തിനാണ്? ആ മഴവെള്ളത്തെ അവിടെ തന്നെ താഴ്ന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ്. പിന്നെ സീൽപൊളിൻ ജലസംഭരണി. ഓർത്ത് വെച്ചുക, ഒരു പുതിയൊരു ജലസംഭരണിയാണ് സീൽപൊളിൻ ജലസംഭരണി എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് മഴവെള്ളത്തെ എന്ത് ചെയ്യാം? സൂക്ഷിക്കാൻ സാധിക്കും. അതായത് സംഭരിക്കാൻ സാധിക്കും. മഴവെള്ളത്തെ സംഭരിക്കാൻ സാധിക്കും. ഒരുപാട് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് സാധിക്കും. ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, പോകാം മുന്നോട്ട്. ഇനി ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ, അടിസ്ഥാന ശാസ്ത്രത്തിലെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് 5ാം ക്ലാസ്സിലെ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഇത് പഠിച്ചു? ജലം അമൂല്യമാണത് പാഴാക്കാൻ പാടില്ല. ഓക്കെയാണ്. ഇതാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്. ജലം അമൂല്യമാണ്, അതിനെ എന്ത് ചെയ്യാൻ പാടില്ല? പാഴാക്കാൻ പാടില്ല. അപ്പൊ ഈ ചാപ്റ്ററിന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇതിന്റെ ബാലൻസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പുസ്തകത്തിൽ കൊടുത്തിട്ടില്ലേ? അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അതിന്റെ ഭാഗമായിട്ട് വിലയിരുത്താമെന്നും പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ചിന്തയുടെ ആവശ്യമൊന്നുമില്ല. ഒന്ന് പോസ് ചെയ്ത് വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ജലത്തിന്റെ അവസ്ഥാമാറ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജലത്തിന് 3 അവസ്ഥകളുണ്ടെന്ന് അറിയാലോ. അവസ്ഥാമാറ്റമാണ്. അപ്പൊ ഓരോ അവസ്ഥയിലും എന്താ സംഭവിക്കുന്നത് നിങ്ങൾ എഴുതുക. അപ്പൊ ജലമാണ് സെൻട്രൽ നിൽക്കുന്നത്. ചൂടാക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. ഓക്കെയാണ്. ചൂടാക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? നീരാവിയായിട്ട് മാറും, ഇല്ലേ? നീരാവിയായിട്ട് മാറും. ഇനി നമ്മൾ തണുപ്പിച്ചു കഴിഞ്ഞാൽ പുള്ളി ആരായിട്ട് മാറും? ഇവിടെ ഐസ് ആയിട്ട് മാറും. ജലം തണുപ്പിച്ചു കഴിഞ്ഞാൽ ഐസ് ആയിട്ട് മാറും. ജലം ചൂടാക്കിയാൽ നീരാവിയായിട്ട് മാറും. ഈ ഐസ് എന്ന് പറയപ്പെടുന്ന ജലത്തിന്റെ ഏത് അവസ്ഥയാ? ഖരാവസ്ഥ, സോളിഡ് സ്റ്റേറ്റ്. ജലം സ്വാഭാവികമായിട്ട് ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ദ്രാവക അവസ്ഥ, ലിക്വിഡ് സ്റ്റേറ്റ്. നീരാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് അവസ്ഥയാണ് കാണപ്പെടുന്നത്? വാതക അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് 3 ഓർത്ത് വെച്ചേക്കാം. പെട്ടെന്ന് നമുക്ക് അതായത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ജലം തണുപ്പിച്ചു കഴിഞ്ഞാൽ അത് ഐസാവുന്നു. ഐസ് ഖരാവസ്ഥ. ജലം എന്ന് പറയപ്പെടുന്നത് ചൂടാക്കുന്നു, നീരാവിയാവുന്നു, അത് വാതകാവസ്ഥയാണ്. ജലം സ്വാഭാവികമായിട്ടും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. അപ്പൊ സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റുകളിൽ ആരെ കാണപ്പെടുന്നുണ്ട്? ജലത്തെ കാണപ്പെടുന്നുണ്ട്. എളുപ്പമായിരുന്നില്ലേ? ഓക്കെ. അപ്പൊ അതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി ജലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഓരോന്നും നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ജലത്തിന്റെ സ്രോതസ്സുകൾ എവിടെ നിന്നൊക്കെയാണ് ജലം? നമുക്ക് പുഴകളുണ്ട്, കിണറുകളുണ്ട്, പിന്നെ കുളങ്ങളുണ്ട്. ഇവയിൽ നിന്നെല്ലാം നമുക്ക് ജലസ്രോതസ്സുകളാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ജലത്തിന്റെ ഉപയോഗം, ഒരുപാട് ഉപയോഗമാണല്ലേ? കുളിക്കാന്, നനയ്ക്കാന്, പല്ല് തേക്കാൻ വേണ്ടിയിട്ട്, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടും, തുണി അലക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ജലത്തിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ജലത്തിന്റെ അവസ്ഥകൾ ഏതൊക്കെ അവസ്ഥയുണ്ട്? ഖരം നമുക്ക് എഴുതാം അല്ലെ? ഖരാവസ്ഥയുണ്ട്, പിന്നെ ദ്രാവക അവസ്ഥയുണ്ട്, പിന്നെ എന്തുണ്ട്? വാതക അവസ്ഥയുണ്ട്. ഓക്കെ. പിന്നെ സവിശേഷതകൾ എന്താണ്?
ജലം 3 അവസ്ഥകളിൽ കാണപ്പെടുന്നുണ്ട്. ജലം അതിന്റെ വിധാനം പാലിക്കുന്നതായിട്ട് മനസ്സിലാക്കും. താപത്തെ വഹിക്കാനുള്ള കഴിവൊക്കെ ആർക്കുണ്ട്? ജലത്തിന് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മലിനീകരിക്കപ്പെടുന്നുണ്ടോ? ജലം തീർച്ചയായിട്ടും മലിനീകരിക്കപ്പെടുന്നുണ്ട്. പ്ലാസ്റ്റിക് ആണ് മെയിൻ ആയിട്ട് ജലത്തെ മലിനീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തു. അപ്പോൾ ജലത്തെ മലിനീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആള് പ്ലാസ്റ്റിക് ആണ്. പിന്നെ നമുക്ക് വ്യാവസായിക ശാലകളിൽ നിന്നൊക്കെ വരുന്ന വിഷമാലിന്യങ്ങൾ ജലത്തേക്ക് തള്ളുന്നു. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ, പശുവിനെ കുളിപ്പിക്കല്, അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ജലത്തെ എന്ത് ചെയ്യുന്നുണ്ട്? മലിനമാക്കുന്നുണ്ട്. ക്ലിയർ ആണ്? യെസ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് നോക്കാം. യെസ് ആണ് ഇവിടെ സ്രോതസ്സുകൾ. നമുക്ക് വെള്ളം ലഭിക്കുന്ന, ജലം ലഭിക്കുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാ? അരുവികളുണ്ട്, നദികളുണ്ട്, കിണറുകളുണ്ട്. അരുവികളുണ്ട്, നദികളുണ്ട്, കിണറുകളുണ്ട്. പ്രധാനപ്പെട്ട ഉപയോഗം എന്തൊക്കെയാ? കുടിക്കാൻ, പാകം ചെയ്യാൻ, കുളിക്കാനൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ജലം യൂസ് ചെയ്യുക. സവിശേഷത ഒഴുകുന്നു എന്ന് നമ്മൾ ആദ്യം തന്നെ കുട്ടിയുടെ ഒരു വാക്കിൽ നിന്ന് മനസ്സിലാക്കി അല്ലേ? ഒഴുകുന്നു, പിന്നെ ലയിപ്പിക്കുന്നുണ്ട്, താപം വഹിക്കുന്നുണ്ട്, ജലം അതിന്റെ വിധാനം പാലിക്കുന്നുണ്ട്, വാട്ടർ ലെവൽ ജലം വിധാനം പാലിക്കുന്നുണ്ട്, താപോർജ്ജത്തെ താപം വഹിക്കാനുള്ള കഴിവുണ്ട്. ഇതെല്ലാം ജലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. 3 അവസ്ഥകളിൽ ജലം കാണപ്പെടുന്നുണ്ട്. അതും ജലത്തിന്റെ സവിശേഷത തന്നെയാണ്. ഇനി അടുത്തത് ഏതൊക്കെ അവസ്ഥകളിലാണ് കാണപ്പെടുന്നത്? ഖരാവസ്ഥയുണ്ട്, ദ്രാവകാവസ്ഥയുണ്ട്, വാതകാവസ്ഥയുണ്ട്. ഖരാവസ്ഥയുണ്ട്, ദ്രാവകാവസ്ഥയുണ്ട്, വാതകാവസ്ഥയുണ്ട്. ഇനി മലിനീകരണം ഒക്കെ ഒരുപാട് രീതിയിൽ മലിനീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലത്തിലേക്ക് വലിച്ചെറിയാൻ പാടില്ല. ഓക്കെ. അടുത്തത് വാഹനങ്ങൾ കഴുകുന്നത്. വാഹനങ്ങൾ കഴുകുമ്പോൾ അതിൽ നിന്നുള്ള ഒരുപാട് മാലിന്യങ്ങൾ ജലത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഇനി അടുത്ത മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് മാത്രമല്ല, വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൂടി എന്ത് ചെയ്യാറുണ്ട്? പലരും പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയാറുണ്ട്. അതൊക്കെ എന്ത് തന്നെയാണ്? തെറ്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെയെല്ലാം പല രീതിയിൽ ജലം എന്ത് ചെയ്യുന്നുണ്ട്? മലിനീകരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ. ഇനി ഈ ക്ലാസ്സിന്റെ ഒരു സംഗ്രഹത്തിലേക്ക് വരാം. കുറച്ച് കാര്യങ്ങൾ. ജലത്തിന്റെ സവിശേഷതകളും നിത്യജീവിതമല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ജലം നിത്യജീവിതത്തിൽ നല്ല പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നിത്യജീവിത സന്ദർഭങ്ങളും കൂടെ നോക്കി കഴിയുമ്പോൾ ഈ ഭാഗം അങ്ങ് ക്ലിയർ ആവും. താപം വഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന അവസ്ഥകൾ അല്ലേ? അത് ഏതൊക്കെ? ജലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് താപം വഹിക്കുന്നു എന്ന് പറയുന്നത്. അത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്? ഭക്ഷണം പാകം ചെയ്യൽ, വ്യാവസായിക ശാലകളിലെ ആവശ്യങ്ങൾക്കും രാസപ്രവർത്തനങ്ങളൊക്കെ നടത്താനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? താപം വഹിക്കൽ എന്ന് പറയപ്പെടുന്ന ജലത്തിന്റെ സവിശേഷത ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്ത ജലം വിധാനം പാലിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ലെവൽ ട്യൂബ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കാം, കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലെവൽ ട്യൂബ് ഏത് ജലത്തിന്റെ സവിശേഷത അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? വിധാനം പാലിക്കുന്നു എന്ന സവിശേഷതയാണ്. അടുത്തത് സാർവിക ലായകമാണ് ജലം. സാർവിക ലായകമാണ് എന്ന് ജലം എന്ന് പറയാൻ കാരണം നമ്മളത് ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. പാനീയങ്ങളിലും മധുരം ചേർക്കുവാനും വസ്ത്രങ്ങൾ അലക്കുവാനും ഒക്കെ ഉള്ള പ്രോസസ്സ് അല്ലെ? വസ്ത്രങ്ങൾ അലക്കുമ്പോൾ സോപ്പ് പൊടിയൊക്കെ ലയിക്കണ്ടേ? അപ്പൊ അതൊക്കെ ലയിക്കുക എന്ന് പറയപ്പെടുന്നത് ജലത്തിന്റെ ഏത് സവിശേഷത ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? സാർവിക ലായകം എന്ന സവിശേഷത ഉപയോഗിച്ചിട്ടാണ്. ഇനി ബാഷ്പീകരിക്കാനുള്ള കഴിവ്. ജലത്തിന് ബാഷ്പീകരിക്കാനുള്ള കഴിവുണ്ട്. ആ ബാഷ്പീകരിക്കാനുള്ള കഴിവ് എന്ന് പറയപ്പെടുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഉണ്ട്. നനഞ്ഞ തുണികൾ ഉണങ്ങുന്നു, ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കുന്നു അല്ലെ? ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ജലത്തിന്റെ ഏത് സവിശേഷതയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? ബാഷ്പീകരിക്കാനുള്ള കഴിവാണ്. ഇഡലിയൊക്കെ ഉണ്ടാക്കത്തില്ലേ? അപ്പൊ അതൊക്കെ ആലോചിച്ചോളൂ. എല്ലാം ജലത്തിന്റെ ബാഷ്പീകരിക്കാനുള്ള കഴിവാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നനഞ്ഞ തുണികൾ ഉണങ്ങുന്നതും ഏതാണ്? ബാഷ്പീകരിക്കാനുള്ള കഴിവാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയുമായിരുന്നു നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിരുന്നു ജലം നിത്യജീവിതത്തിൽ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കുറേ അധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ, അടുത്ത ക്ലാസ്സുകളിലെ മറ്റ് ചാപ്റ്ററുകളുമായിട്ട്, പുതിയ SCERT ചാപ്റ്ററുകളുമായിട്ട് കാണുന്നതാണ്. അതുവരേക്കും ബൈ.